കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നാം 40 ദിവസത്തെ വചനധ്യാനത്തിനായി ഒരുക്കപ്പെട്ട് നാം കഴിഞ്ഞ പിന്നിട്ട 12 ദിവസങ്ങളിലും 24ഓളം സെഷനുകൾ നമുക്ക് ലഭിച്ചു. ഇന്ന് നാം തുടർമാനമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നാം വീണ്ടും ധ്യാനിക്കുന്നത്. ഇത് തന്നെയായിരിക്കും ഓൾമോസ്റ്റ് നമ്മുടെ ഈ 40 ഡേയ്സിൻ്റെ വചനധ്യാനത്തിൽ നിന്ന് നാം മാതൃകാ ലീഡറായി കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് വൻ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഉപയോഗിച്ച മഹാനായ നെഹമ്യാവിൻ്റെ പുനഃപ്പണി, റീബിൽഡിങ് എന്നുള്ളതായ ആ തലത്തിൽ നിന്ന് ഒരുപാട് ആത്മീയ മർമ്മങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നാം തുടക്കം മുതൽ വായിച്ചു വന്നത് 2-ാം അധ്യായം 20-ാം വാക്യമാണല്ലോ. ഓക്കെ, എവരിബഡി ക്യാൻ റീഡ്. ലെറ്റ് us read together. അതിന് ഞാൻ അവരോട് സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ദൈവം നിങ്ങൾക്ക് ബോധ്യമാക്കി തന്ന കാര്യങ്ങളെ സാധിപ്പിച്ച് തരികയില്ല എന്ന് പിശാച് പറയും. പക്ഷേ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരു ദൈവത്തിന് ആവശ്യമായിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം സെൽഫ് കോൺഫിഡൻസ് ആണ്. സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, സാത്താൻ നിരവധി തന്ത്രങ്ങൾ ദൈവഹിതത്തിനെതിരെ ഉപയോഗിക്കുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവമക്കളെ, നാം ആ തിരുവചനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 6-ാമത്തെ അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ ഇന്നലെ രാത്രി അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനിച്ചത്. കൗശലപരമായി ആത്മീയ വേഷത്തിൽ യോഗം തയ്യാറ് ചെയ്ത് അവിടേക്ക് നെഹമ്യാവിനെ 4 പ്രാവശ്യം ഇൻവൈറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാനിടയായി തീർന്നു, എല്ലാ കൂടിവരവുകളും ദൈവികമായ പദ്ധതിയിൽപ്പെട്ട കൂട്ടായ്മകളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം ചില കൂട്ടായ്മ ആളുകളെ വധിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ആയിരിക്കുന്ന കൂട്ടായ്മ വളരെ ഭയത്തോടും ദൈവാശ്രയത്തോടും വളരെ പ്രാർത്ഥനയുടെ മതിൽ കെട്ടിയും നിങ്ങൾ കൊണ്ടുപോകണം. പോരായ്മകളോ ആകായ്മകളോ വന്നാൽ അവിടം വിട്ട് ഓടുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. അവിടെ നിന്നുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് അതിനെ ദൈവമഹത്വത്തിനാക്കി നിർത്തുക എന്നുള്ളതിൻ്റെ പങ്കാളിത്തം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുകയാണ്. പെട്ടെന്ന് ചാടിക്കേറി പോകാനുള്ള ശ്രമമല്ല അവിടെ നടത്തേണ്ടത്. പ്രത്യുത ദൈവവചനം പഠിക്കുന്ന, ദൈവവചന പഠനത്തിനുള്ള മനസ്സ് ദൈവം നിങ്ങൾക്ക് തന്നതിനായി ആ വചനം സിസ്റ്റമാറ്റിക്കലി എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണവും എന്നോടൊപ്പം 32ഓളം പ്രൊഫസേഴ്സുകളും നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് ക്ലാസ്സുകൾ നിങ്ങളെടുത്ത കോഴ്സുകൾക്ക് അനുസരണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവവചനം പഠിക്കുന്ന നിങ്ങൾ വിവേചനത്തോടെ വേണം, അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ, ഇത് ദൈവഹിതമായൊരു കാര്യമാണോ എന്ന് അവരുടെ ജീവിതം കൊണ്ടും അവരുടെ ശുശ്രൂഷ കൊണ്ടും ഒക്കെ തിരുവചന വെളിച്ചത്തിൽ മനസ്സിലാക്കി വിലയിരുത്തി വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് വയ്ക്കാൻ. കുറേ പ്രോഗ്രാമുകൾ എടുത്ത് നമ്മുടെ ഡയറി നിറയ്ക്കുന്നതല്ല ദൈവോദ്ദേശം എന്നും കൂടെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ സമയം ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ശബ്ദം ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സാന്നിധ്യം ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ മണി ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ആരോഗ്യം ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നാം തന്നെ അവൻ്റെ വകയാകയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും സ്പെൻഡിങ് ടൈം, സ്പെൻഡിങ് യുവർ മണി, സ്പെൻഡിങ് യുവർ ഹെൽത്ത് ആൻഡ് വെൽത്ത്, വാട്ടെവർ, എന്തുമായാലും അതിൻ്റെ പുറകിൽ എപ്പോഴും അതിൻ്റെ ദൈവഹിതം, കുറച്ചുകൂടെ പറഞ്ഞാൽ പൂർണ്ണതയുള്ള ദൈവഹിതം മനസ്സിലാക്കി വേണം നാം സ്റ്റെപ്പുകൾ വയ്ക്കാൻ. കർത്താവിൻ്റെ ഇഷ്ടം, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുവീൻ എന്ന് തിരുവഴുത്തിൽ കാണുന്നു. ദൈവത്തിൻ്റെ ഹിതവുമുണ്ട്, വിൽ ഓഫ് ഗോഡുമുണ്ട്, പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡുമുണ്ട്. ഒരിക്കൽ പർവ്വതത്തിൽ മുട്ടുകുത്തിയ അബ്രഹാമിനോട് ദൈവം രഹസ്യം പറഞ്ഞു, ഞാൻ സോദോം നശിപ്പിക്കാൻ പോവുകയാണ്, പക്ഷെ നീ വലിയൊരു ജാതിയാവും, എനിക്കിപ്പോൾ കാര്യം നിന്നോട് മറച്ചു വെക്കാൻ പറ്റില്ല. ദൈവം അബ്രഹാമിനോട്
ആ കാര്യം പറഞ്ഞു, ഞാൻ നിന്റെ ഗ്രഹത്തെ അനുഗ്രഹിക്കാൻ വന്നപ്പോൾ തന്നെ മറ്റൊരു ജാതിയെ നശിപ്പിക്കാൻ വയ്യ. പട്ടണം മനോഹരമാണ്, ഏദൻ തോട്ടം പോലെ അതിമനോഹരമായിരുന്നു സോദോം ദേശം. പക്ഷേ അതിൻ്റെ പാപത്തിൻ്റെ ഗൗരവ നിമിത്തം ആ നിലവിളി ദൈവസന്നിധിയിലെത്തി. ഓർത്തോണേ, മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആരും അറിയാതെ രഹസ്യത്തിലാണ് അത് ചെയ്യുന്നത്. പക്ഷേ ആ ശരീരം ദൈവത്തോട് നിലവിളിക്കും, ആ ദേശം ദൈവത്തോട് നിലവിളിക്കും, ആ ഭൂമി ദൈവത്തോട് നിലവിളിക്കും. അങ്ങനെ ആ ദൈവവചനം കാണുന്നത്. സ്തോത്രം. തൻ്റെ സഹോദരനായ ഹാബേലിനെ കയീൻ കൊന്നു, ആരും അറിഞ്ഞില്ല. ഓടിപ്പോകുമ്പോൾ തന്നോട് ദൈവം സ്വമേധയാ കേസെടുത്ത് അവനോട് ചോദിക്കുകയാണ്, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അവൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ദൈവമക്കളെ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്ക്, നോട്ടം, പോക്ക്, വരവ്, ഇടപെടിയിൽ, സംസർഗം, ശുശ്രൂഷ, കൊടുക്കൽ വാങ്ങൽ, വിസിറ്റ് കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ മോണിറ്ററിങ് നടക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഭയത്തോടെ ഓർപ്പിക്കാം. അതുകൊണ്ട് നിങ്ങൾ എത്ര പേര് നിങ്ങൾക്ക് അനുകൂലമായി നിന്നാലും ഒരു ചെറിയ തെറ്റ് ചെയ്യാനായിട്ടൊരു സമ്മർദ്ദം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൗരവത്തോട് അത് സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറണം. കാരണം ദൈവവചനത്തിന് നിരക്കാത്തതോ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മണ്ഡലങ്ങളിൽ അതിനെ പോറലേൽപ്പിക്കുന്നതോ ആയ ഒരു കാര്യങ്ങളിലും നിങ്ങൾ ഇൻവോൾവ് ആകരുത്. നമുക്ക് തിരിച്ചു വരാം. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൽ നമ്മൾ കണ്ടു, കൗശലപൂർവ്വം തന്നെ യോഗത്തിന് വിളിച്ചപ്പോൾ താനത് വിവേചിച്ചറിഞ്ഞ് സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറി. നോക്കുക, ഫിസിക്കൽ അറ്റാക്ക് എന്ന് പറയുന്നത് സൻബല്ലത്തിൻ്റെയും തോബിയാവിൻ്റെയും ടീം അംഗങ്ങളുടെ റോങ് ആയിട്ടുള്ള ഡിസൈറിൽപ്പെട്ടതായിരുന്നു. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം, ദൈവം നിങ്ങൾക്കൊരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ, ദൈവം നിങ്ങൾക്കൊരു ഡോറ് തുറന്നാൽ ആ ഡോറ് തുറക്കുന്നത് പോലെ തന്നെ മറുവശത്ത് സാത്താനും ചില പദ്ധതികൾ ആവിഷ്കരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. ആമേൻ. ദൈവം നിങ്ങൾക്ക് അനുകൂലമായി ഇരിക്കുന്നത് പോലെ തന്നെ ദൈവം നിങ്ങളിലൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന പദ്ധതി അത് സമയം തെറ്റാതെ ധൈര്യപ്പെടുത്തി നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത് പോലെ തന്നെ പൈശാചിക മണ്ഡലവും നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ എഴുന്നേൽക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫിസിക്കൽ അറ്റാക്ക് കാര്യമായ നിലയിലൊക്കെ ചെയ്യാൻ കഴിഞ്ഞ ദീർഘ ദിവസങ്ങളായി സൻബല്ലത്ത് ഉറങ്ങാതെ, തോബിയ ഉറങ്ങാതെ, continually they are working against the plan of God. Continually they are working against the man of God. ദൈവത്തിൻ്റെ പ്ലാനിനെതിരെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് നടക്കുകയാണ്. അതിന് നേതൃത്വ നിരയിൽ നിൽക്കുന്ന നെഹമ്യാവിനെതിരെയും കണ്ടിന്യൂവലായിട്ട് അതേ വർക്ക് നടക്കുകയാണ്. ഞാൻ താഴ്മയോട് പറയട്ടെ, ഫിസിക്കൽ അറ്റാക്കിലൂടെ ഇവനെ നേരിടാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സാത്താൻ സൻബല്ലത്തിൻ്റെയും തോബിയാവിൻ്റെയും മനസ്സിൽ നൽകിയ മറ്റൊരു തന്ത്രം എന്താണ്? ഓക്കെ, ലെറ്റ് us അറ്റാക്ക് മെന്റലി. മാനസികമായി ഇവനെ നോവിക്കണം. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ തിരിച്ചറിയേണ്ട ചില മഹാമർമ്മങ്ങളുണ്ട്. എന്താണ്? സാത്താന്റെ ചില തന്ത്രങ്ങൾ നാം നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സിലാക്കണം. എന്താണ് സാത്താന്റെ തന്ത്രങ്ങൾ സഹോദരങ്ങളെ? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വാക്യങ്ങൾ കുറിച്ചെടുക്കുക. സാത്താന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നമ്മൾ കണ്ടു, ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അത് നടക്കുന്നില്ല, അതിനെ തന്നെ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി. കാരണം അവർ വളരെ തയ്യാറെടുപ്പിലായിരുന്നു, വളരെ പ്രിപ്പയർഡായിരുന്നു. അവരവരുടെ ദൗത്യം ചെയ്യുമ്പോൾ തന്നെയും വാറിനെ കുറിച്ച് അവർ അവെയറായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാം വാക്യം നമ്മൾ കാണുമ്പോൾ, കനാൻ ദേശത്തിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ പിൻതലമുറകളെ പരീക്ഷിക്കുവാൻ, പരിശീലിപ്പിക്കുവാൻ 5-ൽ പരം അന്യജാതിക്കാരെ ദൈവം പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളതാണ്. ദേശം വാഗ്ദത്തം ഉള്ളതാണെങ്കിലും ചുമ്മാതൊന്നും അവിടെ കയറാൻ ദൈവം പെർമിറ്റ് ചെയ്തില്ല. ഞാൻ ഇടയിൽ എവിടെയോ ഒരു ക്ലാസ്സിൽ അത് ഓർപ്പിച്ചിട്ടുണ്ടെങ്കിലും പുതുതായി വന്നവർക്ക് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ പരിശീലനത്തിന്റെ താവളമാണ് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നാകട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്നാകട്ടെ, നിങ്ങളുടെ വൈഫിൽ നിന്നാകട്ടെ, നിങ്ങളുടെ പ്രൊഫഷനിൽ നിന്നാകട്ടെ, നിങ്ങളുടെ ടീമിൽ നിന്നാകട്ടെ, നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാകട്ടെ, റിലേറ്റീവ്സിൽ നിന്നാകട്ടെ, എവിടെ നിന്നുമാകട്ടെ, നിങ്ങളൊരു പ്രശ്നത്തെ നേരിടുന്നെങ്കിൽ ഓർത്തിരിക്കണം, ദൈവം അറിയാതെയോ ദൈവം അനുവദിക്കാതെയോ നിങ്ങളത് ഫേസ് ചെയ്യുന്നില്ല.
അപ്പോൾ അതിൻ്റെ പിറകിൽ വളരെ വ്യക്തമായ ഒരു ദൈവിക പദ്ധതിയുണ്ട്. എന്താണ്? സ്ക്രീനിൽ നമ്മൾ കാണുന്നുണ്ട്. കനാനിലെ യുദ്ധങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളെ യുദ്ധം പഠിപ്പിക്കേണ്ടതിന്, അവരെ പരീക്ഷിക്കേണ്ടതിനും. നോക്കുക, ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും തോറ്റവരായിരിക്കണമെന്നല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. ജയാളികളായിരിക്കണം, ജയാളികളായിരിക്കണം. വി മസ്റ്റ് കൺക്വയർ. നമ്മൾ ജയാളികളായിരിക്കണം. യേശുവിൻ്റെ ആമേൻ നാമത്തിലും ഈ രാവിലെ സമയം താഴ്മയോട് നിങ്ങൾ കർത്താവിൽ ഓർപ്പിച്ച് ധൈര്യപ്പെടുത്തുകയാണ്. പോൾ പറയുന്നു, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം ആരാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ സെഷനുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു. നോ, കർത്താവിൻ്റെ വചനം നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ മനസ്സിലാക്കും തോറും, ഇന്ന് രാവിലെയും ചില മെസ്സേജുകൾ എനിക്ക് ഫോണിൽ വന്നു. ആ മെസ്സേജുകളിലൊക്കെയും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്, അതുപോലെ അവർ പ്രാർത്ഥിച്ചു തുടങ്ങി, അതുപോലെ ജീവിച്ചു തുടങ്ങി, അതുപോലെ കുഞ്ഞുങ്ങളോട് ഇടപെട്ടു തുടങ്ങി, അതുപോലെ എൻ്റെ ജീവിത പങ്കാളിയോട് ആമേൻ എനിക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള തലങ്ങളൊക്കെ വചന വെളിച്ചത്തിൽ മനസ്സിൽ നോക്കുക. പരിശീലിപ്പിക്കുന്നു, പരീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ്? നമ്മുടെ ശോധനകളെ നമ്മൾ നെഗറ്റീവായി എടുക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിടിഞ്ഞ് ബലം ക്ഷയിപ്പാനിടയായിത്തീരും. മറുവശത്ത് കർത്താവേ, ഇത് ഫേസ് ചെയ്യുവാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് പറയണം. അപ്പോൾ ഇവിടെ ഫിസിക്കൽ അറ്റാക്ക് സക്സസ് ആകുന്നില്ല, ആൾ അവൈലബിൾ ആകുന്നില്ല. താൻ വിവേചനത്തോടുകൂടി, വിവേകത്തോടുകൂടി, അതിസൂക്ഷ്മമായ രീതിയിൽ ചിന്തിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചും തനിക്ക് കിട്ടിയ കാഴ്ചപ്പാടനുസരിച്ച് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ കഴിവതും ഉണ്ടാകാതെ ഇരിപ്പാനുള്ള ശ്രമമാണ് നെഹമ്യാവ് നടത്തിയത്. നിങ്ങൾ മനസ്സിലാക്കണം, കുളിക്കുമ്പോഴും അരയിൽ വാള് കെട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം, യഹൂദനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറയുന്നത് അവിടെ രക്തത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഇന്നും ഇസ്രായേലിന്റെ വിജയത്തിന്റെ കാരണം ദൈവം അവർക്ക് ഫേവറായിരിക്കുന്നത് കൊണ്ടാണ്. ലോകരാജ്യങ്ങളിലുള്ള നോബൽ സമ്മാനങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിയത് യഹൂദന്മാരാണ്. ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യം അത് ഇസ്രായേൽ ജനതയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം എല്ലാ സ്ഥലങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒഴിഞ്ഞു മാറേണ്ടടുത്ത് ഒഴിഞ്ഞു മാറാൻ, മൗനമായിരിക്കേണ്ടടുത്ത് മൗനമായിരിക്കാൻ, ദൈവത്തിന് പ്രവർത്തിപ്പാൻ സമയം കൊടുക്കേണ്ടടുത്ത് വളരെ ക്ഷമയോടെ കാത്തിരിപ്പാനൊക്കെയും പരിശുദ്ധാത്മാവ് ആ നെഹമ്യാവിനെ സഹായിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ്, ഡെവിൾ അവർക്ക് കൊടുത്ത പ്ലാൻ എന്താണ്? അതെ, ഇവരെ മെന്റലി അറ്റാക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം, സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്താണ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത്? ദൈവത്തിങ്കലുള്ള അചഞ്ചലമായ ആത്മവിശ്വാസത്തിൽ നിങ്ങൾ അടിയുറയ്ക്കണം. ദൈവം പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം പറഞ്ഞ കാര്യത്തിൽ സമ്പൂർണ്ണമായി വിശ്വസിച്ച് നിൽപ്പാനുള്ള ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. ദൈവം പറഞ്ഞ കാര്യം മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ. നോക്കുക, 14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കപ്പലിൽ ആട്ടവും ബഹളവും. സീ സിക്നസ് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. ഞാൻ നിരന്തരമായി 5 വർഷം കപ്പൽ യാത്ര ചെയ്തതാണ്. സ്തോത്രം. ആൻഡമാൻസിലെ മിഷണറി പ്രവർത്തനങ്ങളെല്ലാം കൂടുതലും ബോട്ടിലും കപ്പൽ യാത്രകളിലുമാണല്ലോ. അപ്പോൾ ഈ സീ സിക്നസിൽ 14 ദിവസം കിടന്ന് അലഞ്ഞുലഞ്ഞപ്പോൾ, എല്ലാം തകരുമെന്നുള്ള പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടപ്പോഴും അർദ്ധരാത്രിയിൽ ദൈവം ഇറങ്ങി വന്ന് പൗലോസിനെ ധൈര്യപ്പെടുത്തിയിട്ട് പറഞ്ഞു, നീ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. നോക്കുക, പ്ലാൻ ദൈവം ഫിക്സ് ചെയ്തെങ്കിൽ എത്ര ചുഴലിക്കാറ്റും എത്ര കൊടുങ്കാറ്റും റമൽ ഖമനദി അടൽ ഖബാരഗസിയാന, യേശുവിന്റെ നാമത്തിൽ ജയം. നീ ഒരു സ്ഥലത്ത് നിൽക്കണമെന്ന് ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പടിക്കുന്ന കാറ്റിന് നിന്നെ ഒതുക്കാൻ കഴിയുകയില്ല. തിരക്ക് നിന്നെ അടിച്ചമർത്താൻ കഴിയില്ല. നോക്കുക, കപ്പൽ നഷ്ടപ്പെട്ടു, കപ്പലിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ പോളിനോട് ദൈവം പറഞ്ഞു, നിങ്ങളിലുള്ള ഒരുവന്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകാതെ അവരെ എല്ലാം ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ ദേശത്തെ ഏൽപ്പിക്കും, പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ തലമുറയെ ഏൽപ്പിക്കും, പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ കുടുംബനാഥനെ ഏൽപ്പിക്കും, കുടുംബനായികയെ ഏൽപ്പിക്കും. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയും കുടുംബവും പട്ടുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരാത്മദേഹങ്ങളിൽ വാക്തത്വങ്ങളാൽ വെളിപ്പെടുന്ന ആത്മശക്തി ഒക്കെ നിറഞ്ഞു വരാനിടയാകട്ടെ. അപ്പോൾ സാത്താൻ
തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. എന്താണ്? ഒന്ന് ഡിസൊബീഡിയൻസ് ആണ്, അനുസരണക്കേടാണ് സാത്താന്റെ തന്ത്രം. ദൈവം പറഞ്ഞതിന് വിരോധമായി നമ്മൾ സ്റ്റെപ്പ് വെക്കണം എന്നുള്ളത് സാത്താന്റെ ഇഷ്ടമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളാണ്. ഒന്നാമത്തത് അനുസരണക്കേടാണ്. രണ്ടാമത്തെ പരിപാടി സാത്താൻ്റെത് കുറ്റം ചുമത്തുക എന്നുള്ളതാണ്. ഇയ്യോബിനെതിരെ അവൻ ധാരാളം കുറ്റങ്ങളാണ് ചുമത്തിയത്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ സാത്താന്റെ രണ്ടാമത്തെ തന്ത്രം എന്താണ്? കുറ്റം ചുമത്തുക. ഒന്നാമത്തേത് എന്താണ്? അനുസരണക്കേട് കാണിക്കുക. ദൈവം പറഞ്ഞതിന് വിരോധമായി പ്രവർത്തിക്കാൻ നമുക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുക, പ്രലോഭനങ്ങൾ ഉണ്ടാക്കുക, അവസരങ്ങൾ ഉണ്ടാക്കുക, വലിയ ഓഫർ തന്നിട്ട് ദൈവത്തിന്റെ റൂട്ടിൽ നിന്ന് മറിച്ചു കളയുക എന്നുള്ളത് സാത്താന്റെ വലിയൊരു തന്ത്രമാണ്. മൂന്നാമത്തെ പ്രത്യേകത, ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം പഠിക്കുമ്പോൾ, വല്ലാത്ത രോഗത്താൽ ചില സന്ദർഭങ്ങളിൽ റീസൺ ഇല്ലാത്ത രോഗങ്ങൾ വരാറുണ്ട്. സ്തോത്രം. അത് ദൈവം അയക്കുന്നതുമുണ്ട്, പിശാചിനാൽ ബാധിക്കപ്പെടുന്നതുമുണ്ട്. സ്തോത്രം. പല സ്ഥലങ്ങളിലും കർത്താവ് പറയുന്നുണ്ട്, അത് ശരീരത്തെ ബന്ധിച്ച അനുഭവങ്ങൾ ലൂക്കോസ് 9:42 നമ്മൾ വായിക്കുന്നുണ്ട്. 13:16 11 നമ്മൾ വായിക്കുന്നു. രോഗാത്മാവ്, ശരീരത്തെ ബന്ധിച്ച ആത്മാവ്. അബ്രഹാമിന്റെ സന്തതിയിൽപ്പെട്ടവളാണ്, പക്ഷെ അവൾ കുനിയായിപ്പോയി. എന്നാൽ ആ കെട്ട് യേശു അഴിച്ചു കളഞ്ഞു. അവൾക്ക് ശരീരത്തിന് പ്രശ്നമുണ്ടെങ്കിൽ നോക്കി നിൽക്കുമ്പോൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ അവളുടെ കഴുത്ത് വളഞ്ഞങ്ങ് താഴോട്ടും നടു വളഞ്ഞങ്ങ് പോയി. കൂനിയായി പോയി. കർത്താവ് നോക്കിയപ്പോൾ ഇത് രോഗമല്ല, പിന്നെന്താ? വാദവുമല്ല, മറ്റ് വിധമായ ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂസ് അല്ല, പിന്നെന്താണ്? പൈശാചിക മണ്ഡലം. സാത്താൻ ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ തല കുനിഞ്ഞുപോയി സഹോദരങ്ങളെ. പക്ഷേ അവൾക്ക് ഫിസിക്കലി പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിലും സ്പിരിച്വലി അവൾ സ്ട്രോങ് ആയിരുന്നു, അല്ലേ? എന്നെ കൂനി എന്ന് നാട്ടുകാർ വിളിച്ചാലും ഐ ഡോണ്ട് കെയർ. കാരണം എനിക്ക് വർഷിപ്പ് മുടക്കാൻ പറ്റത്തില്ല, എനിക്ക് ആരാധന മുടക്കാൻ പറ്റത്തില്ല, എനിക്ക് ആലയത്തിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ നട്ടല്ലോട് ഇത്രയും നാൾ നിന്ന് നേരെ ചൊവ്വേ മനുഷ്യന്റെ മുഖം നോക്കി നടന്നേച്ച് നീ ഇപ്പൊ തലകുനിച്ചാന്നോടി നടക്കുന്നത്, കൂനി തള്ളേ എന്ന ആളുകൾ വിളിച്ചു കാണും. എടി കൂനി കൊച്ചെ, നീ എവിടെ പോവാണെന്ന് എന്തെല്ലാം വാക്കുകൾ പറഞ്ഞു കാണും. വഴിയോര ശബ്ദങ്ങൾക്ക് കാതുകൊടുക്കാതെ ആ രോഗത്തിലൂടെയും ദൈവത്തിന്റെ മഹത്വം കാണാൻ ആഗ്രഹിച്ച് മനുഷ്യന്റെ അപവാദത്തിന്റെയും ആരോപണത്തിന്റെയും ശബ്ദങ്ങളെ പുറന്തള്ളിയിട്ട് അവിടെ അകത്തു വ്യാപരിച്ച ആത്മദാഹം ദൈവാലയത്തിലേക്ക് പോയപ്പോൾ ഒരു ദിവസം കർത്താവ് അവൾക്ക് വേണ്ടി മാത്രമാ ആലയത്തിൽ വന്നു. അവളെ അരികെ വിളിച്ചു, നിവർന്നു നിൽക്ക, ഇവളും അബ്രഹാമിന്റെ സന്തതിയിൽപ്പെട്ടവളാകയാൽ ജീസസ് ഇവളുടെ കെട്ടിൽ നിന്ന് അവളെ ഫ്രീ ആക്കേണ്ടതല്ലയോ? ഞാൻ താഴ്മയോട് പറയട്ടെ കുഞ്ഞെ, നീ ദൈവം മുഖത്ത് നോക്കി മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും, ഫിസിക്കൽ പ്രോബ്ലങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായെന്ന് വന്നേക്കാം, എല്ലാം നിനക്ക് പ്രതികൂലമായെന്ന് വന്നേക്കാം. പക്ഷേ നീ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി അവനെ ആരാധിപ്പാൻ, അവന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് നിന്നെ ഭരിക്കുന്നെങ്കിൽ, അവന്റെ കൃപയുടെ ബഹുത്വത്താൽ നീ ആലയത്തിലേക്ക് ചെന്നെങ്കിൽ, ആത്മനിയോഗത്താൽ നീ ദൈവാലയത്തിലേക്ക് ചെന്നെങ്കിൽ, ഓ ജീസസ്, ഹല്ലേലൂയ, ദൈവാലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം സന്തോഷിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നിനക്ക് ഭവിച്ചെങ്കിൽ, ടുഡേ ഓർ ടുമാറോ ഓർ നൈദർ വൺ ഡേ, ഹല്ലേലൂയ, യു വിൽ ഡെഫിനറ്റ്ലി റിലീസ്. ദൈവം നിന്നെ റിലീസ് ചെയ്യും, ദൈവം നിന്നെ സൗഖ്യമാക്കും, ദൈവം നിന്നെ പുറത്തെടുക്കും. അതുകൊണ്ട് വല്ലാത്ത രോഗങ്ങളാൽ ബാധിക്കുക എന്ന് പറയുന്നത് സാത്താന്റെ തന്ത്രമാണ്. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ടെംപ്റ്റിംഗ്, അല്ലെങ്കിൽ പരീക്ഷിക്കുക. നമ്മുടെ ദൈവം ഒരിക്കലും പരീക്ഷിക്കുന്നവനല്ല, പ്രത്യുത പരിശോധിക്കുന്നവനാണ്. സ്തോത്രം. പരീക്ഷകൻ പിശാചാണ്. മത്തായി 4-ാമത്തെ അധ്യായം 1 മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ കർത്താവിനെ പിശാച് പരീക്ഷിച്ചതുപോലെ നമ്മളെ പരീക്ഷിപ്പാൻ സാധ്യത ഉണ്ടേക്കാം. 5-ാമത്തെ കാര്യം, നീതിമാന്മാരെ കുറ്റം ചുമത്തുക. സക്കരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം, യോശുവയുടെ കുപ്പായത്തിൽ ഇച്ചിരി അഴുക്ക് പറ്റി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സാത്താൻ അതുവരെ നോട്ട് ചെയ്തു, അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നീതിമാന്മാരെ കുറ്റം വിധിക്കുക. 6-ാമത്തെ പ്രത്യേകത, റിമൂവിങ് ഗോഡ് സീഡ്, ദൈവത്തിന്റെ വിത്ത്, നല്ല വിത്തുകൾ എടുത്തു കളയുക. മാത്യു ചാപ്റ്റർ 13:19, മത്തായി 13:19. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ കാണുന്നത് എന്താണ്? വിത്ത് എടുത്തുകൊണ്ടു പോകുന്നു, പെറുക്കിക്കൊണ്ടു പോകുന്ന പൈശാചിക മണ്ഡലം. ഇന്ന് ഈ ദിവസങ്ങളിൽ, ഇന്നലകളിൽ നിങ്ങൾ നെഹമ്യ എന്ന പുസ്തകത്തിൽ നിന്ന് തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ, ഇതിലൂടെ പല മേഖലകളിൽ അറ്റാച്ച്ഡ് ആയി നമുക്ക് കിട്ടിയിട്ടുള്ളതായ
പല സന്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ, അവയർനെസ്സുകൾ, അതേ പ്രബോധനങ്ങൾ, ഇതൊന്നും നിങ്ങൾക്ക് തള്ളിക്കളയാനോ എനിക്ക് തള്ളിക്കളയാനോ പറ്റില്ല. കാരണം നമുക്ക് കിട്ടിയ മാനുവലാണ് ദൈവവചനം. സക്സസ് ലൈഫിന് വേണ്ടി, വിക്ടോറിയസ് ലൈഫിന് വേണ്ടി, ബ്ലസ്സഡ് ലൈഫിന് വേണ്ടി, ബ്ലസ്സഡ് ഫാമിലിക്ക് വേണ്ടി, ദൈവമുള്ള കുടുംബങ്ങൾ ഭൂമിയിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവവചനം നമ്മളോട് ഹൃദ്യമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. നോക്കുക, അതുകൊണ്ട് ദൈവത്തിന്റെ വിത്ത്, നല്ല വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വീണിട്ട് ദുരുപദേശത്താൽ നിങ്ങളുടെ മനസ്സിടിക്കാൻ പിശാച് ശ്രമിച്ചെന്ന് വരും. പൗലോസിലൂടെ ദൈവാത്മാവ് വളരെ ഹൃദ്യമായിട്ട് എഫെസോസിലുള്ള ആളുകളെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാൻ ഇടയായി തീർന്നു. 2 ചിന്തകൾ താൻ പറയുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 29, അതുപോലെ 30. ഈ 2 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 29 മുതൽ 27 മുതൽ നിങ്ങൾ ശ്രദ്ധിക്കാം. ദുരുപദേശത്തിനും ചെന്നായ്ക്കൾക്കും സഭയിൽ സ്ഥലമില്ല എന്ന് പൗലോസ് വളരെ ശക്തമായി പറയുകയും അങ്ങനെയുള്ളവർ നിങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇന്ന് പല ആളുകളും പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ടാബ് കൊണ്ടുപോയാൽ മതി, മൊബൈലിൽ ബൈബിൾ ഉണ്ടല്ലോ, ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള ടീച്ചിങ്ങിലേക്ക് മോഡേൺ പ്രീച്ചേഴ്സ് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ. ആമേൻ. നമുക്ക് അത്യാവശ്യത്തിന് ബിബ്ലിക്കൽ ആപ്സ് ഒന്നും ദർ ഈസ് നോ പ്രോബ്ലം. ബട്ട് എന്നാൽ നിങ്ങളുടെ കയ്യിൽ ദൈവത്തിന്റെ ഒരു പുസ്തകം എടുത്തുകൊണ്ട് ഇന്നലെ വരെ അത് ചുമക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ, ചുമന്ന പുസ്തകം നിങ്ങളെ ഇവിടെ വരെ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ, സഹോദരങ്ങളെ, ഇത് ചുമന്നുകൊണ്ട് പോകുന്നത് ഒരിക്കലും മാന്യതക്കേടായിട്ട് കാണരുത്. ആമേ. ശാസ്ത്രം എത്ര ഡെവലപ്പായാലും നിങ്ങൾ തിരിച്ചറിയണം, വെള്ള പേപ്പറിലെ കറുത്ത മഷിയല്ല ദൈവത്തിന്റെ പുസ്തകം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇത് മഹാദൈവത്തിന്റെ പുസ്തകമാണ്, ഇത് നിയമ പുസ്തകമാണ്. കോടതികളുടെ കോടതിയെ ആമേ ദൈവനീതിയുടെ ആമേ മുനയിൽ നിർത്തി വിധിക്കാൻ കഴിയുന്ന മഹാദൈവത്തിന്റെ പുസ്തകമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആപ്പും കൊണ്ടും ടാബും കൊണ്ടും ഒക്കെ പ്രീച്ചേഴ്സ് എന്ന പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവഭയവും ദൈവഭക്തിയും ഒക്കെ തൂത്തെറിയിക്കുന്ന ഒരു ലീഡർഷിപ്പും മറ്റൊരു സൈഡിൽ സാത്താൻ ഒരുക്കിക്കൊണ്ടുവരികയാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുസ്തകം നിങ്ങളുടെ സമീപത്തിരിക്കട്ടെ, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇരിക്കട്ടെ, നിങ്ങളുടെ വാഹനത്തിൽ ഇരിക്കട്ടെ, നിങ്ങൾ സഞ്ചരിക്കുന്നിടത്തൊക്കെയും അത് കൊണ്ടു നടക്കാൻ കഴിയുന്നെങ്കിൽ, അത് പൂജിക്കാനല്ല പറയുന്നത്. അതിലുള്ളത് നിങ്ങളുടെ മനസ്സ് മുറിയുമ്പോൾ, മനസ്സിടിയുമ്പോൾ, നിങ്ങളുടെ മനസ്സ് തളരുമ്പോൾ ദൈവത്തിന്റെ പുസ്തകം ഒന്ന് വായിക്കേ. അവിടെ മൊബൈലിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് വായിക്കണ്ട എന്നല്ല ദൈവം പറയുന്നത്. നിന്റെ ആപ്പെല്ലാം അത് എററായി, ആ സോഫ്റ്റ്വെയർ എല്ലാം പോയി, അതെല്ലാം വൈറസ് കയറി പോകുമ്പോൾ ഇത് കയറി പോകത്തില്ല കേട്ടോ. വൈറസ് കയറാത്ത ഒരു സാധനമാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ഇതിനെ റെസ്പെക്ട് ചെയ്യുക, ഇതെടുക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ഇത് എല്ലാ ദിവസവും അമ്മമാര് കുഞ്ഞുങ്ങളെ ഒരു വാക്യം പഠിപ്പിച്ചിട്ട് സ്കൂളിലേക്ക് വിടുക. ഈ തിരുവചനം അതിനെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. ആമേ. ബാലൻ നടക്കേണ്ട വിധത്തിൽ അവനെ അഭ്യസിപ്പിക്കണം, വൃത്തനായാൽ അവൻ അത് വിട്ടു മാറുകയില്ല. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം പറഞ്ഞിട്ടാണ് അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നത്. എന്താണ്? 20-ാം അധ്യായം 19-ാം വാക്യത്തിൽ താൻ പറയുന്നു, വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോട് കൂടെ കർത്താവിനെ സേവിച്ചു. അമ്മ എങ്ങനെ താൻ മോഡലായിരുന്നുവെന്ന്. സർമൺ കൊടുക്കേണ്ട സമയമാകുമ്പത്തേന് ബ്ലാക്ക് ഉടുപ്പിട്ട് കുറച്ച് ആളുകളെയും കൊണ്ട് ഗണ്ണുമായിട്ട് വന്ന് കയറി വന്നേച്ച് പ്രീച്ച് ചെയ്തേച്ച് അന്നേരെ അത് തീരുമ്പോൾ തന്നെ ഇറങ്ങിപ്പോകുന്ന ഈ മോഡേൺ പ്രീച്ചേഴ്സിനെ പോലെ അല്ല പോള്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണം. ഭയാനകമായ സംഭവങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവില്ലാത്ത പ്രഭാഷകരെ കൊണ്ട്, ക്രിസ്തുവിന്റെ ഉപദേശമില്ലാത്ത പ്രഭാഷകരെ കൊണ്ട്, ക്രിസ്തുവിൽ നിലനിൽക്കാത്ത പ്രഭാഷകരെ കൊണ്ട് നാം ഇന്ന് മറ്റൊരു ലോകം ക്രിയേറ്റഡ് ആയി വരികയാണ്. മറ്റൊരു സുവിശേഷം പോലെ, മറ്റൊരു ക്രിസ്തുവിനെ പോലെ സാത്താന് മണവാട്ടി ഉണ്ടാക്കുന്ന ഒരു ജനതയെ അപ്പുറത്തൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമുള്ള വഴികളിൽ പോകാം, ഇഷ്ടമുള്ള സ്ത്രീയോടുകൂടെ ജീവിക്കാം, ഇഷ്ടമുള്ള പുരുഷന്മാരോടുകൂടെ ജീവിക്കാം. നിങ്ങൾ ഫെലോഷിപ്പിന് വന്നാൽ മതി, ലെസ്ബിയൻസ് നോ പ്രോബ്ലം, ഗേ നോ പ്രോബ്ലം എന്ന് പറയുന്ന ഉപദേശങ്ങളിലേക്ക് ലോകം പോകുമ്പോൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല.
ദൈവത്തിന് ആൾക്കൂട്ടമല്ല വലുത്. ഇടുക്കമുള്ളത് വഴി പോകാൻ ഇഷ്ടമുണ്ടോ? ഞെരുക്കമുള്ളതിൽ പോകാൻ ഇഷ്ടമുണ്ടോ? അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പക്ഷെ നിത്യജീവങ്കിലേക്കുള്ള വഴി അങ്ങനെയാണ്. വഴി വിശാലവും അനേകരും അതിൽ പോകുന്നു. അവർക്ക് ഇഷ്ടങ്ങളുടെ മേൽ കത്തിവെക്കാൻ നിർദ്ദേശമില്ല. ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. നിങ്ങൾ ചർച്ചയിൽ വന്നാൽ മതി. കാരണം എന്താണ്? അതുകൊണ്ടാണ് വമ്പൻ ബിസിനസ്സുകാർ പണം വാരി എറിയുന്നത് കൊണ്ട് എത്ര ഭാര്യമാരുടെ കൂടെ ജീവിച്ചാലും പാസ്റ്റർ അവരെ വിലക്കത്തില്ല. എത്ര പുരുഷന്മാരോട് എങ്ങനെ പോയി ജീവിച്ചാലും വിലക്കത്തില്ല. അവൾ കള്ളുകുടിച്ചാലോ അവർ ഏത് നിലയിൽ ജീവിച്ചാലോ അവർക്ക് ഡെസിൻ മാറ്റം. ദേ നീഡ് മണി ഉള്ളി. അതുകൊണ്ടല്ലേ ആമേൻ വിദേശ രാജ്യങ്ങളിലുള്ള വലിയ പാസ്റ്റേഴ്സ് മൾട്ടി ബില്യണിയർ ആയിട്ട് നിൽക്കുന്നത്. തിരിച്ചറിയുക, പൗലോസ് ജീവിച്ചത് വളരെ താഴ്മയോട് കണ്ണുനീരോടുകൂടാണ്. തന്റെ ജീവിതം നിങ്ങൾക്ക് അറിയാമല്ലോ. കപ്പലിലാണ് തുടങ്ങുന്നത്. പല കപ്പലുകളുടെ ഉടമയായിരുന്നു തന്റെ കുടുംബം. പക്ഷെ താൻ അവസാനിച്ചത് പുസ്തകങ്ങളിലും പുതപ്പിലും ചർമ്മലിഖിതത്തിലുമാണ്. ഇന്ന് പുസ്തകത്തിലും പുതപ്പിലും ചർമ്മലിഖിതത്തിലും തുടങ്ങി കപ്പലിൽ അവസാനിക്കാത്ത നേതാക്കന്മാരെ നോക്കി മറ്റ് നേതാക്കന്മാർ പുച്ഛിക്കുകയാണ്. പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എടു താങ്കൾക്ക് വട്ടാന്ന്. അതെ, ആത്മപൂർണൻ ഭ്രാന്തന് സമൻ. സ്തോത്രം. ഓക്കെ, ലെറ്റ് us come back. അതുകൊണ്ട് പൗലോസ് വാണിംഗ് കൊടുക്കുന്നത് 27 മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. 28 മുതൽ ശ്രദ്ധിച്ച്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെ സൂക്ഷിച്ചുകൊള്ളു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ചിലപ്പോൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന പല ആളുകൾക്ക് ഒരു ഓർഗനൈസേഷന്റെ ഓർഡിനേഷനോ അല്ലെ കൈവപ്പോ ഒന്നും കിട്ടിയിട്ടില്ലായിരിക്കും. പ്രൈസ് ലോർഡ്. പക്ഷേ ദൈവം നിങ്ങളെ ആത്മാക്കളെ നേടാൻ വിളിച്ചെങ്കിൽ, സുവിശേഷം പങ്കുവെക്കാൻ വിളിച്ചെങ്കിൽ ഓർത്തോണം, അത്യുന്നതന്റെ കൈ നിങ്ങളുടെ മേലൊരു നിയോഗമായി വേർതിരിച്ച് ഒരു കൈവപ്പോ ഒരു ഓർഡിനേഷനോ ഒക്കെ വചനപഠനം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്ത പലരുടെയും ഓർഡിനേഷൻ കഴിഞ്ഞു. സ്തോത്രം. പല വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള മിനിസ്ട്രി ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് വളരെ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. അവരെല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു 29ാമത്തെ വാക്യം. അപ്പൊ 28ന്റെ അവസാനം നമ്മൾ കാണുന്നത് എന്താണ്? ആട്ടിൻകൂട്ടത്തെ മുഴുവനെ സൂക്ഷിക്കണം. അവരെ അറുത്ത് തിന്നണമെന്നല്ല എഴുതിയിരിക്കുന്നത്. അവരെ പിഴിഞ്ഞ് കൊല്ലണമെന്നല്ല എഴുതിയിരിക്കുന്നത്. അവരെ ചീറ്റ് ചെയ്യണമെന്നല്ല എഴുതിയിരിക്കുന്നത്. അവരെ നശിപ്പിക്കണമെന്നല്ല എഴുതിയിരിക്കുന്നത്. അവരെ സൂക്ഷിക്കണം. കർത്താവിന്റെ പ്രാർത്ഥനയിൽ, 7 പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലേ? പിതാവേ, നീ എനിക്ക് തന്നവരെ എല്ലാം ഞാൻ നിന്റെ നാമത്തിൽ സൂക്ഷിച്ചു. ക്രൈ ഔട്ട് ഫോർ ദ സോൾസ് ഇൻ ദീസ് ലാസ്റ്റ് ഡേയ്സ്. ഇനിയുള്ള നാളുകൾ ആത്മാക്കൾക്ക് വേണ്ടി കരയുക. പ്രിയാൻസി പാടിയ പാട്ട് വളരെ മെസ്സേജ് ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നല്ലോ, നമ്മുടെ സബ്ജക്റ്റുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 29ാം വാക്യവും 30ാം വാക്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ. അപ്പൊ താൻ കെയർഫുൾ എന്നുള്ള വേർഡാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ നിങ്ങളുടെ ഇടയിലേക്ക് കടക്കും. ചെന്നായ്ക്കൾ കടക്കും. രണ്ടാമത് പറഞ്ഞേക്കുന്നത് എന്താണ്? 30ാം വാക്യം, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. നോക്കുക. അപ്പൊ അതുവരെയും പൗലോസ് ദൈവം ഏൽപ്പിച്ചതും താൻ നേടിയതുമായ ആത്മാക്കളെ എല്ലാം താൻ മിഷണറി യാത്രകൾ, 2-3 മിഷണറി യാത്രകൾ, 3ഓളം മിഷണറി യാത്രകൾ ചെയ്ത് യൂറോപ്പ് മുഴുവൻ താൻ സുവിശേഷം അറിയിച്ച് സഭകൾ സ്ഥാപിച്ച് പ്രാർത്ഥിച്ച് നിയോഗമുള്ളവരെ ആക്കി വെച്ച് പിന്നെയും എങ്ങനെയിരിക്കുന്നു എന്ന് പരിശോധിക്കുകയും അവർക്ക് ആവശ്യമുള്ള കത്തുകൾ എഴുതി അവരെ ധൈര്യപ്പെടുത്തുകയും ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അതാത് സമയങ്ങളിൽ ദൈവാലോചനകൾ അറിയിച്ച് അവർക്ക് ഉറപ്പ് നൽകി കർത്താവിൽ നിലനിർത്തുകയും ചെയ്തു. തൻ്റെ മിനിസ്ട്രി തീരാൻ പോകുന്നു. താനെ പറയുകയാണ്, ഇതാ ചെന്നായ്ക്കൾ വരാൻ സാധ്യതയുണ്ട്, ഫാൾസ് ഡോക്ടറിനുമായിട്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ആളുകൾ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ എന്താ? കളവിതയ്ക്കുക എന്നുള്ളത് 7ാമത്തെ പ്രത്യേകതയാണ്. മത്തായി 13ന്റെ 38-39 വാക്യങ്ങളിൽ. സ്തോത്രം. അതുകൊണ്ട് 7ാമത്തെ പ്രത്യേകത കളവിതയ്ക്കുക. 8ാമത്തെ പ്രത്യേകത ശാരീരികമായി ബന്ധിക്കുക, ശരീരത്തെ വല്ലാതെ അസ്വസ്ഥമാക്കുക. ലൂക്ക് ചാപ്റ്റർ 13 വേഴ്സ് 16
വേഴ്സ് 11 കൂടെ വായിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നിങ്ങൾ റെഫറൻസ് കുറിച്ചെടുക്കുക. കാര്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് വാക്യങ്ങൾ വായിച്ച് പോകാനായിട്ട് ഞാൻ സമയം എടുക്കുന്നില്ല. അപ്പോൾ 9ാമത്തെ പ്രത്യേകത മോഹമുണ്ടാക്കുക. ഭോഷ്ക് പറയുന്നവനാണവൻ. നോക്കുക, യോഹന്നാൻ 8-ാം അധ്യായം 44-ാം വാക്യം. ഞാൻ 9 കാര്യങ്ങൾ നിങ്ങൾ സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. കാരണം നെഹമ്യാവിനെതിരെ പൈശാചിക മണ്ഡലം നൽകിയ ആ തന്ത്രങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകരുതെന്ന് വിചാരിച്ചാണ് ഞാനത് പറഞ്ഞത്. ഒന്ന്, അനുസരണക്കേട്. 2, കുറ്റം ചുമത്തുക. ഞാൻ റെഫറൻസ് ഒന്നുകൂടെ പറയാം. അനുസരണക്കേട് 33:4-5. 2, കുറ്റം ചുമത്തുക. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 3ാമത്തെ പ്രത്യേകത വല്ലാത്ത രോഗത്താൽ ബാധിക്കുക. 2-ാം അധ്യായം ഇയ്യോബിന്റെ പുസ്തകം 2:7. പരീക്ഷിക്കുക എന്നുള്ളത് 4ാമത്തെ ഇതാണ് സാത്താന്റെ തന്ത്രം. മത്തായി 4:1 മുതൽ. 5ാമത്തെ പ്രത്യേക നീതിമാന്മാരെ കുറ്റം ചുമത്തുക എന്നുള്ളത് സക്കരിയ 3:1. പിന്നെ ദൈവത്തിന്റെ നല്ല വിത്ത് നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ ശ്രമം നടത്തുക. അത് മത്തായി 13:19. 7ാമത്തേത് കള വിതയ്ക്കുക. മത്തായി 13:38-39. 8ാമത്തേത് ശരീരത്തെ ബന്ധിക്കുക എന്നുള്ളത് സാത്താൻ ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുള്ള തന്ത്രമാണ്. ലൂക്കോസ് 9:42-ഉം 13:16-ഉം 11-ാം വാക്യവും. 9, മോഹം ഉണ്ടാക്കുക, ഭോഷ്ക് പറയിക്കുക. ഇത് സാത്താന്റെ തന്ത്രമാണ്. മോഹമുണ്ടാക്കുക, ഭോഷ്ക് പറയിക്കുക. യോഹന്നാൻ 8-ാം അധ്യായം 44-ാം വാക്യം. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി തന്ത്രങ്ങൾ സാത്താൻ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ വചന വെളിച്ചത്തിൽ അതിനെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നോക്കുക, ഇവിടെ നെഹമ്യാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. അതിന്റെ 5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇതാ 4 പ്രാവശ്യത്തെ ഇൻവിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു തുറന്ന കത്തുമായിട്ട് തന്റെ അരികിൽ അയക്കുകയാണ്. എന്താണ്? ഇനി തന്നെ ആരോപണ വിധേയനാക്കണം, തനിക്കെതിരെ അപവാദം പ്രചരിപ്പിക്കണം. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ ഈവൻ നമ്മുടെ ക്രിസ്ത്യൻ ഓർഗനൈസേഷനുകളിൽ തന്നെ ഓരോരുത്തരും മത്സരിക്കാൻ നിൽക്കുമ്പോൾ വോട്ട് പിടിക്കുവാൻ വേണ്ടി എത്രയോ തെറ്റായ കാര്യങ്ങളാണ് എതിരായി മത്സരിക്കുന്നവർക്ക് വേണ്ടി ചമയ്ക്കുന്നത്. സോഷ്യൽ മീഡിയകളിലൊക്കെ എത്രമാത്രം ദുഷ്പ്രചരണങ്ങളാണ് ആ സമയങ്ങളിൽ കണ്ടുവരാറുള്ളത്. പല സന്ദർഭങ്ങളിലും എൻ്റെ ഉള്ളം പെടഞ്ഞിട്ടുണ്ട്. ദൈവമേ, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന എത്രയോ പേർ ഇത് നിമിത്തം ലജ്ജിച്ചു പോകുന്നു. പ്രൈസ് ലോർഡ്. സഭയുടെയും സംഘത്തിന്റെയും നടുവിൽ ഏകദേശം സകലവിധ ദോഷത്തിൽ ഞാൻ അകപ്പെട്ടു പോകുവാൻ സംഗതി വന്നുപോയല്ലോ എന്ന് പറവാൻ നിനക്കിട വരരുതെന്നാണ്. സഹോദരങ്ങളെ, ദുർവർത്തമാനം പരത്തരുത്, വ്യാജ വർത്തമാനം പരത്തരുത്. ആമേൻ. ചെവിയെ നട്ടവൻ കേൾക്കുമെന്ന് അറിഞ്ഞോണം, കണ്ണിനെ നിർമ്മിച്ചവൻ കാണുമെന്ന് അറിഞ്ഞുകൊള്ളണം. ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇവിടെ ഇതാ വ്യാജമായ ഒരു ആരോപണത്തിലേക്ക് സാത്താൻ അവരെ നയിക്കാനായിട്ട് സൻബല്ലത്തിനെയും തോബിയാവിനെയും ഉപയോഗിച്ചു. എന്തിനാണ്? മെന്റലി ടോർച്ചർ ചെയ്യാനായിട്ട് പൈശാചിക മണ്ഡലം ഇങ്ങനെയുള്ള പ്രവണത നടത്തുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മുടെ മാനസിക ആരോഗ്യം ദുർബലമായാൽ നിങ്ങളുടെ പണി ഡിലേ ആകും. മനസ്സിലായോ? നിങ്ങളുടെ മൂഡ് പോകുന്ന ദിവസം നിങ്ങളുടെ കമ്പനിയിലെ ജോലി എത്ര മോശമായിരിക്കും അല്ലേ? ആ വർക്കിലെല്ലാം നിങ്ങൾക്ക് അതിൻ്റെതായ ക്ഷീണം തട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ടീം ലീഡർ ആണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്ക് എപ്പോഴും വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നു സാറേ, എനിക്ക് ടീം ലീഡറായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ആക്രമണങ്ങളാണ്, 3 പേര് എനിക്ക് എതിരാളികളാണ്. വളരെ നാളുകൾ പ്രാർത്ഥിച്ചു, ഒരു മാറ്റവും കാണുന്നില്ല. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പരിശുദ്ധാത്മ പറയുന്നു, നീ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. അത് കഴിയുമ്പോൾ അവിടെ ദൈവത്തിന്റെ ചില പ്രവൃത്തി വെളിപ്പെടും. ടെന്നസിയിൽ എയർലങ്ക അവാർഡ് മേടിച്ച ആളാണ് ആ സഹോദരി സിസ്റ്റർ സൂസൻ. അപ്പോൾ എന്ന് ചാറ്റനുങ്കിൽ താമസിക്കുന്ന ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്തതിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പരിശുദ്ധാത്മ പറയുന്നു. ആ 3 പേരും ആ സ്ഥാപനം വിട്ട് പിന്നീട് പോകും. സ്റ്റെപ്പ് ഡൗൺ ചെയ്തു.
ആ $10-12 വ്യത്യാസം മാത്രമേ ശമ്പളത്തിൽ വരുന്നുള്ളൂ. സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. നിങ്ങൾക്കറിയാമോ, ആമേൻ, 2 വീക്സ് എടുത്തില്ല, ഒരാള് സ്ട്രോക്ക് വന്ന് വീണു എന്ന് പറഞ്ഞു. ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആയി, ഒരാൾ അവിടുന്ന് റിസൈൻ ചെയ്തു പോയി. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതെല്ലാം 2-3 മന്ത്സിനിടയിൽ നടന്നതാണ്. നിങ്ങളുടെ പദവിയിൽ നിന്ന് തള്ളിയിടുവാൻ, നിങ്ങൾക്കെതിരെ ആക്രോശങ്ങളും അപവാദങ്ങളും അപമാനങ്ങളും വരുമ്പോൾ 68-ാം സങ്കീർത്തനം 1-ാം വാക്യം ഓർത്തോണം. അതെ, ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അപ്പൊ നാം എന്താ ചെയ്യേണ്ടത്? നാം അനോസിയായിട്ടുള്ള പല ആളുകളുണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാൻ പോകരുത്. കാരണം എന്താണ്? നീ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ക്രോധം കടന്നു പോകുമ്പോഴും അറയിൽ കയറി വാതിലടച്ചിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു കത്ത് കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഈ കത്തിനകത്തുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്ന് അതിൻ്റെ അവസാനമാണ് അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കേണ്ടത്. 9-ാം വാക്യത്തിൽ എന്താ? വേല നടക്കാതെ വണ്ണം. ഓക്കെ, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്താൽ കൊള്ളാം. 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം എന്താണ്? വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവർ ഒക്കെയും ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കി. കത്തിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെതിരായി ഒരു മെസ്സേജ് വന്നാൽ നിങ്ങൾ ഭാരപ്പെടരുത്. കാരണം ദൈവത്തിങ്കലുള്ള നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല. ചിലർ പറയാറുണ്ട്, ഒരു തെറ്റും ഞാൻ ചെയ്തില്ല, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ നോവിക്കുന്നത്? സഹോദരങ്ങളെ, ഒരിക്കലും കുറ്റബോധമില്ലാത്തവനാണ് പിശാച്. നോവിച്ചാൽ കൊതി തീരാത്തവനാണ് പിശാച്. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞു കൊള്ളണം. അപ്പോൾ സാത്താന്റെ തന്ത്രം ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. അവന് വണ്ടിക്കൂലിയേ കൊടുക്കണ്ട, അവൻ എവിടെ വേണേലും ഫ്രീ ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ പറ്റും. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം, വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവർ ഒക്കെയും ഞങ്ങളെ എന്ത് ചെയ്തു? ഭയപ്പെടുത്തി. എന്താണ് പൈശാചിക മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധം എത്ര ശക്തമാണെങ്കിലും ഉള്ളിൽ ധൈര്യമില്ലെങ്കിൽ അത് പ്രയോഗിക്കാൻ പറ്റുമോ? പ്രയോഗിക്കാൻ പറ്റില്ല സാധനം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഞാൻ എയർഫോഴ്സിൽ പാസ്റ്റായിരിക്കുമ്പോൾ അവിടെ വാറണ്ട് ഓഫീസർ ആയിരുന്ന ഒരു അച്ഛൻ രാത്രിയിൽ ഇൻസ്പെക്ഷനായി മെയിൻ ഗാർഡ് റൂമിന്റെ അവിടേക്ക് വന്നപ്പോൾ ഒരാൾ ഗണ്ണും പിടിച്ച്, റൈഫിളും ഗണ്ണ് തോക്ക് പിടിച്ച് പൊസിഷനിൽ നിന്ന് കൂർക്കം വലിക്കുക. പൊസിഷനിൽ നിന്ന് അദ്ദേഹം കൂർക്കം വലിക്കുക. പിറ്റേത് രാവിലെ പുള്ളിക്കാരനെ ഭയങ്കര പണിഷ്മെന്റ് കൊടുത്തു. അപ്പൊ എന്നോട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഇന്നലെ ഒരുത്തിനെ ഞാൻ പൊക്കി അർദ്ധരാത്രിയിൽ, എനിക്ക് തോന്നി ഇൻസ്പെക്ഷൻ ചെയ്യണമെന്ന്. കാര്യം എന്താണ്? എയർഫോഴ്സ് ക്യാമ്പിന്റെ മെയിൻ എൻട്രൻസിൽ കാവൽ നിൽക്കുന്ന പടയാളി പൊസിഷനിൽ നിന്ന് ഉറങ്ങുക. എത്ര ഭയാനകമല്ലേ? എത്ര നമ്മൾ സൂക്ഷ്മതയോടും എത്രയധികം ശ്രദ്ധയോടും കൂടെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മാനസിക ആരോഗ്യത്തെ ദുർബലമാക്കാനുള്ള ഒരു ശ്രമമാണ് അപവാദങ്ങളിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സ്തോത്രം, നമ്മുടെ മാനസിക ആരോഗ്യം ദുർബലമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഒരു തീരുമാനമെടുക്കരുത്. എന്താണ്? നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് വീക്ക് ആയിരിക്കുമ്പോൾ ഡോണ്ട് ടേക്ക് എനി ഡിസിഷൻ. അത് തെറ്റായി പോകും. എഴുതി വെച്ചോണം. ഡോണ്ട് ടേക്ക് എനി ഡിസിഷൻ വെൻ യു ആർ ഇൻ മെന്റലി വീക്ക്. നമ്മുടെ മാനസിക ആരോഗ്യം ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഒരു തീരുമാനം എടുക്കുവാനായി ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഇവിടെ നാം കാണുന്നത് എന്താണ്? അവരൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾ കൗൺസിലിംഗ് പ്രോഗ്രാമിന്റെ കോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഡോക്ടർ ഐസക് മാത്യു സാറ് എങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു സ്റ്റോറി ചിന്തിപ്പാനിടയാ. ഒരു സ്റ്റോറി ഒരാളിനോട് പറയുക, 10 പേരെ മാറ്റി നിർത്തിയിട്ട് ആ സ്റ്റോറി കേട്ട ആള് രണ്ടാമത്തെ ആളുടെ ചെവി പറയണം, അദ്ദേഹം വന്ന് പ്രസന്റ് ചെയ്യണം. അങ്ങനെ 1 by 1 ആയിട്ട് വന്ന് പറഞ്ഞ് 9ാമത്തെ ആള് കേട്ടു. 10ാമത്തെ ആള് വന്ന് പ്ലാറ്റ്ഫോമിൽ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ അത് പുത്തൻ സ്റ്റോറി ആയിരുന്നു. മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കാര്യങ്ങൾ അത് റിയൽ ആയിരിക്കുകയില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ
വിശ്വസ്തരായി നിന്നാൽ നിങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം, കർത്താവിനെതിരായി കള്ളസാക്ഷികൾ എഴുന്നേറ്റു വന്നു, എഴുന്നേറ്റു എങ്കിലും ഒത്തു വന്നില്ലെന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അവനെതിരെ പല കള്ളസാക്ഷികളും എഴുന്നേറ്റു എങ്കിലും ഒത്തു വന്നില്ല. നിങ്ങൾക്കെതിരെ വിമർശിക്കട്ടെ, കുറ്റങ്ങൾ ആരോപിക്കട്ടെ, നിങ്ങളുടെ അന്യഭാഷയെ വിമർശിച്ചോട്ടെ, നിങ്ങളുടെ ആരാധനയെ വിമർശിച്ചോട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തെ വിമർശിച്ചോട്ടെ, നിങ്ങളുടെ ഫാസ്റ്റിങ്ങിനെ വിമർശിച്ചോട്ടെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ, നിങ്ങളുടെ വസ്ത്രധാരണത്തെ എല്ലാം വിമർശിച്ചോട്ടെ, ഒന്നും സാരമില്ല. നിങ്ങളുടെ വേദന പലരുടെയും ആഘോഷമായി മാറുമ്പോൾ ഓർത്തോണം, ഇന്ന് കരയുന്ന നിങ്ങൾ ഒരു ദിവസം ചിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ അധൈര്യപ്പെടുത്തുവാനും പിന്നെ എന്താണ് ഭയപ്പെടുത്തുവാനും ഉള്ള ശ്രമമായിരുന്നു ഈ കത്തിന്റെ ഉദ്ദേശം. കർത്താവിന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കെതിരെ ദോഷം ചെയ്യുന്നവർക്കെതിരെ, ഒരു ദോഷം ചെയ്യാത്തവർക്കുമെതിരെയും ചില ആളുകളുടെ ക്യാരക്ടർ എന്തെങ്കിലും പറയാനാണ്. സ്തോത്രം. ഞാൻ വളരെ ഭയത്തോടെ നിങ്ങളെ ഓർപ്പിക്കാം, ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. അത് നിങ്ങൾക്ക് അപകടമുണ്ടാക്കും. എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു യൗവനക്കാരനെ കർത്താവ് അനോയിന്റ് ചെയ്ത് പുറത്തെടുത്തു. അവൻ ഗോലിയാത്തിനെ തകർത്തു, അല്ലേ? ഒറ്റയേറിൽ ആള് താഴെ വീണു. സ്തോത്രം. സിംഹത്തെ വലിച്ചു കീറി തക്കവണ്ണം അത്രമാത്രം ശക്തനാക്കി തൻ്റെ മേൽ പകർന്ന അഭിഷേകം, അതേ കരടിയെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. എത്രയെത്ര യുദ്ധങ്ങൾ ദാവീദ് ചെന്നെടുത്തൊക്കെയും ദൈവം ജയം നൽകി എന്നാണ്. പക്ഷേ ഈ ദാവീദ് ഒരിക്കൽ ഊരിയാവിന്റെ കയ്യിൽ ഊരിയാവിനെ കൊല്ലേണ്ടതിന് ഒരു കത്ത് കൊടുത്തു വിട്ടു. എന്തായിരുന്നു കാരണം? തന്റെ ജീവിതത്തിൽ വന്ന മോഹമായിരുന്നു, അല്ലെങ്കിൽ തെറ്റായ ലൈംഗികതയുടെ ദാഹം. ഒരിക്കലും ലൈംഗികത പാപമല്ല. സെക്സ് ഈസ് നോട്ട് സിൻ. സെക്സ് പാപമായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുകയില്ലായിരുന്നു. ദൈവം അത് വെച്ചിരിക്കുന്നതാണ്. ഓരോരുത്തരുടെയും ശരീരത്തിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒറ്റ വഴിയിൽ, വിശുദ്ധമായ വഴിയിൽ, ദൈവം വെച്ച വഴിയിൽ മാത്രം നയിക്കാനുള്ളതാണ് ലൈംഗികത എന്ന് പറയുന്നത്. ഇവിടെ ഇതാ തൻ്റെ ഉള്ളിൽ മോഹം വന്നിട്ട് താൻ ഒരു സ്ത്രീയെ, അന്യന്റെ ഭാര്യയെ, തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കൂടെ നിൽക്കുന്ന ആ ഏറ്റവും ആത്മാർത്ഥതയുള്ള വിശ്വസ്തനായവന്റെ ജീവിത പങ്കാളിയെ കരസ്ഥമാക്കി. രാജാവായതുകൊണ്ട് തിരുവായ്ക്ക് മറുവായി ഇല്ല, അല്ലേ? നമ്മുടെ സ്വാധീനവും നമ്മുടെ കസേരയും ഒക്കെ ആളുകളെ നശിപ്പിക്കുവാനും ആളുകളെ ഇല്ലായ്മ ചെയ്യുവാനും മറ്റൊരാളുടെ കുടുംബജീവിതം തകർക്കാനുമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, സെമിനാരിയിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളോടും പറയുന്നു, നിങ്ങളുടെ ഫോണിൽ ലൈംഗിക ചിവയുള്ള നിങ്ങളുടെ ജീവിത പങ്കാളി ഒഴികെ മറ്റൊരാൾ ഏതെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ, ഒരു സിമ്പൽ അയച്ചാൽ, നിങ്ങൾ ആ നിമിഷം ബ്ലോക്ക് ചെയ്തിരിക്കണം. ദൈവഹിതമില്ലാത്ത, ആത്മീയത്തിന് നിരക്കാത്ത, നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന്റെ രഹസ്യ ലോകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായ ഒരു മെസ്സേജ് ഒരാളിൽ നിന്ന് കേട്ടാൽ വിത്തൗട്ട് എനി കോംപ്രമൈസ് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കണം. കാരണം നിങ്ങൾക്കെതിരെ ഉയർന്നു വരാൻ സാധ്യതയുള്ള പൈശാചിക മണ്ഡലത്തിന്റെ വിഷവിത്തുകളാണ് ആ വിതയ്ക്കാൻ തുടങ്ങുന്നത്. ലൂപ്പ് ഹോള് നോക്കിയാണ് അവൻ എൻട്രി ചെയ്യുന്നത്. എവിടെയാണ് നിങ്ങളുടെ ബലഹീനത? പണമാണെങ്കിൽ അതിലൂടെ പിശാച് എൻട്രി ചെയ്തെന്ന് വരും. അതേ സ്ഥാനമോഹമാണോ? അതിലൂടെ എൻട്രി ചെയ്തെന്ന് വരും. അതേ മറ്റ് തെറ്റായ അശ്ലീല ചിത്രങ്ങൾ കാണുന്ന തലമാണോ? അത് നിങ്ങൾക്കെതിരെ അതുവഴി അറ്റാക്ക് ചെയ്യുന്നു വരും. നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിയുവാനുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ജീവിതത്തിൽ വീഴ്ചയോ കുറവുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയെടുക്കുവാൻ നാം ശ്രമം നടത്തുകയും ചെയ്യേണ്ടത് ദൈവവചനം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ആവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, താനും ഒരു കത്തെഴുതി കൊടുത്തു വിട്ടു. എന്താണ്? ദാവീദ് തന്റെ ജീവിതത്തിൽ പാപം ചെയ്ത്
കഴിഞ്ഞപ്പോൾ തൻ്റെ തെറ്റുകളെ മറയ്ക്കുവാനുള്ള ആക്രമണമാണ് പിന്നെ താൻ തുടങ്ങാനിടയായി തീർന്നത്. ആദ്യം താൻ ചെയ്ത തെറ്റെന്താണെന്ന് 2 ശമൂവേൽ 11-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാം വാക്യത്തിൽ ദാവീദ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിറ്റേന്നാൾ ദാവീദ് അവനെ വിളിച്ചു, അവന്റെ മുമ്പാകെ ഭക്ഷിച്ചു പാനം ചെയ്തു, അവനെ ലഹരി പിടിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, ദൈവത്തിന്റെ ഹൃദയപ്രകാരം ഉള്ളവനെന്ന് എപ്പോഴാ പറഞ്ഞത്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായി ജീവിക്കുന്ന സമയം വരെ നമ്മൾ വളരെ ഭയത്തോടെ ശ്രദ്ധിക്കണം. നമ്മൾ പലതിനെയും ഒറ്റയേറിൽ വീഴ്ത്തിയെന്ന് വരും, വലിച്ചു കീറിയെന്ന് വരും, താടിക്കടിച്ചു കൊന്നെന്ന് വരും. അതൊന്നും വലിയ സംഭവങ്ങളല്ല സഹോദരങ്ങളെ. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധം എപ്പോൾ അറ്റുപോകുന്നോ നിങ്ങൾ ഭയപ്പെടണം. ഇന്നലകളിൽ ചെയ്ത വീര്യപ്രവൃത്തിയൊന്നും ദൈവത്തിന് കേൾക്കണ്ട. കാരണം അത് ദൈവത്തിന്റെ കരം ഇറങ്ങിയത് കൊണ്ടും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് കൊണ്ടും അല്ലേ എന്തെങ്കിലും മഹത്വം ഉണ്ടായത്, എന്തെങ്കിലും വിടുതലുണ്ടായത്, എന്തെങ്കിലും വാതിൽ തുറക്കപ്പെട്ടത്. നിങ്ങളോട് ചില ആളുകൾക്ക് പ്രിയമുണ്ടായി, കസ്റ്റമേഴ്സ് നിങ്ങളെ തന്നെ വിടാതെ വരുന്നെങ്കിൽ അതിനെന്താ അർത്ഥം? ആ പൊൻചെങ്കോൽ നിങ്ങൾക്ക് വേണ്ടി നീട്ടത്തക്കോണം നിങ്ങളോട് പ്രീതി തോന്നുമാറാക്കിയ ദൈവത്തിന്റെ കരുണയാണ്. നിങ്ങളെ ഒരാൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? നിങ്ങളുടെ ശുശ്രൂഷ അവർക്ക് പ്രയോജനം ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ സാന്നിധ്യം പ്രയോജനം ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ വാക്ക് പ്രയോജനം ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ സമീപനം പ്രയോജനം ചെയ്യുന്നത് കൊണ്ടാണ്. ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട ക്യാരക്ടർ ഉള്ളവരുണ്ടെങ്കിൽ അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ താൻ ലഹരി പിടിപ്പിച്ചു അല്ലേ? പ്രൈസ് ഗോഡ്. തൻ്റെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു, തൻ്റെ ജഡത്തിന്റെ അഭിലാഷങ്ങളൊക്കെ നിവർത്തിയാക്കി. അവൾ കൺസീവ്ഡ് ആയി. ദാവീദിന് വിവരം കിട്ടിയപ്പോൾ മനസ്സിലായി ഇത് പ്രശ്നമാണ്, ഇത് അവൻ ജീവനോടെ ഇരുന്നാൽ പ്രശ്നമാണ്, അവനെ കൊന്നാൽ ഇവളെന്റെ സ്വന്തമാകും. നോക്കിക്കേ, എന്തെല്ലാം തന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്. ദാവീദ് കത്തെഴുതുമ്പോൾ ദൈവാത്മാ വിലയ്ക്കോ? ഇല്ല. ലഹരി പിടിപ്പിച്ചപ്പോൾ ദൈവം വിലയ്ക്കോ? ഇല്ല. തന്നെ ഏറ്റവും വെട്ടുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ച് ആ സ്ഥലത്ത് നിർത്താനായിട്ട് യോബാവിന് കത്തെഴുതിയപ്പോൾ ഒന്നും ദൈവം ഇടപെട്ടില്ല. സൗരങ്ങളെ എത്ര സങ്കീർത്തനം എഴുതി എന്നുള്ളതല്ല വിഷയം. സ്തോത്രം. താൻ കാട്ടിൽ കിടന്ന സമയങ്ങളിലെല്ലാം നല്ല പാട്ടുകൾ താൻ എഴുതി. കൊട്ടാരത്തിൽ വന്നപ്പോൾ ധ്യാനം മുടക്കി ഉലാവിയപ്പോഴാണ് സാത്താൻ പാപം ചെയ്യാൻ ഇങ്ങോട്ടാളുകളെ കൊണ്ടുവരും. ദൈവമക്കൾ അത് തിരിച്ചറിയണം. സ്തോത്രം. എതിർലിംഗക്കാരോടുള്ള നമ്മുടെ സമീപനം, പ്രൈസ് ഗോഡ്, വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ ഭർത്താവിനേക്കാൾ മറ്റൊരു പുരുഷനെ നിങ്ങളുടെ ജീവിത പങ്കാളികളുടെ മുമ്പിൽ വെച്ച് പുകഴ്ത്തി പറയരുത്. നിങ്ങളുടെ ജീവിത പങ്കാളിയായ നിങ്ങളുടെ സഹധർമ്മിണിയുടെ മുമ്പിൽ വെച്ച് മറ്റൊരു സ്ത്രീയെ നിങ്ങളുടെ മുന്നിൽ വെച്ച് പുകഴ്ത്തി പറയരുത്. ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീ ദൈവം നിങ്ങൾക്ക് തന്ന ജീവിത പങ്കാളിയാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള പുരുഷൻ ദൈവം നിങ്ങൾക്ക് തന്ന നിങ്ങളുടെ ഭർത്താവാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങൾ പരസ്പരം പൗലോസ് പറയുന്ന മാതിരി അവൈലബിൾ ആയിരിക്കുക. അത് തിരിച്ചറിയണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, 12-ാമത്തെ അധ്യായത്തിൽ ഊരിയാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദിന് സന്തോഷമായി ഉള്ളിൽ, പക്ഷെ ദൈവത്തിന് അത് വേദനയായി. നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷി നോവുമ്പോൾ ഓർത്തോണം, തമ്പുരാന്റെ ചങ്ക് പൊട്ടുകയാ. സ്തോത്രം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെതിരായി ഉയരുന്ന എല്ലാ ഇഷ്ടങ്ങളെയും ക്രിസ്തുയേശുവിൽ പിടിച്ചടക്കുക. സ്തോത്രം. പ്രീ മാരിറ്റൽ സെക്സ് അബ്സല്യൂട്ട്ലി അഡൽട്ടറി ആണ്. നിങ്ങൾ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പണ്ടത്തെ അപ്പച്ചന്മാര് സഭയിൽ ഒരു ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അന്നേരെ ക്ലാസ് എടുക്കുന്ന ആളിനെ ജഡീകനായി പ്രഖ്യാപിക്കും. എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളുടെ ടീനേജ് പ്രായമാകുമ്പോൾ ലൈംഗിക വിദ്യാഭ്യാസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. സെക്സ്വൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. ആരോടും മിണ്ടാം, എത്ര വരെ ആകാം, എവിടൊക്കെ സ്പർശിക്കാം, എത്ര വരെ ആകാം, ആരുടെ കൂടെ പോകാൻ പാടില്ല, അവരുടെ വെർജിനിറ്റിയെ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ അവരോട് പറഞ്ഞ് പഠിപ്പിച്ച് വചന വെളിച്ചത്തിൽ മനസ്സിലാക്കണം. മക്കളെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ജീവിത പങ്കാളി വരുവോളം നിങ്ങളുടെ പവിത്രത നിങ്ങൾ കാക്കണം എന്നുള്ളത് അവരെ നിങ്ങൾ പഠിപ്പിക്കണം.
സ്തോത്രം. പലപ്പോഴും നമുക്ക് വേണ്ട വിദ്യാഭ്യാസം ഈ മേഖലയിൽ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ പലപ്പോഴും അത് വീക്കായി പോകാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ദൈവവചനം പഠിക്കുന്ന വേദ വിദ്യാർത്ഥികളോട് ഞാൻ വളരെ താഴ്മയോടെ നിങ്ങളെ മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മർമ്മം ഇതാണ്. ദാവീദിന് പലരും ഉണ്ടായിരുന്നു ജീവിത പങ്കാളികൾ, അതിലൊന്നും താൻ തൃപ്തനായില്ല. നിങ്ങൾക്കറിയാമോ, ദൈവം ആഗ്രഹിച്ച അളവിൽ ദാവീദിനെ അനുഗ്രഹിച്ചോ? എന്റെ ചോദ്യം, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയണം. അനുഗ്രഹിച്ചോ? ദാവീദ് സിംഹാസനം വരെ എത്തി അല്ലെ? ഇടയച്ചെറുക്കനായിരുന്നു, അൺഫിറ്റ് ആയിരുന്നു. പക്ഷെ ദൈവം അനോയിന്റ് ചെയ്തു, തന്നെ അപ്പോസ്റ്റിൽ കൊണ്ടുവന്ന് രാജാവാക്കി. പക്ഷേ താൻ അനുഭവിച്ച കൊട്ടാരത്തിലായിരിക്കുമ്പോഴും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സോ മെനി ബ്ലെസ്സിങ്സ് ലെഫ്റ്റ് അഗൈൻ, വീണ്ടും കിടക്കുക. അതിലൂടെ ദൈവത്തിന് പകരാനുണ്ട്. പക്ഷേ തൻ്റെ ഈ പാപപ്രവൃത്തി അത് തടഞ്ഞു. നിങ്ങൾ എപ്പോഴെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച് 12-ാമത്തെ അധ്യായം അതിൻ്റെ 7 മുതൽ താഴോട്ട് വേഗം വായിക്കണം. എന്താ എഴുതിയിരിക്കുന്നത്? ഓക്കെ, somebody can read. ആകയാൽ ഇപ്പോൾ ഒത്തുനിൽപ്പീൻ, യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും 2 ശമൂവേൽ 12-ാമത്തെ അധ്യായം അതിന്റെ 7 മുതൽ. 2 Samuel chapter 12 verse 7. Yeah. Somebody can put in screen. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ, ഇസ്രായേലിന്റെ ദൈവം. വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു കഥയോടുകൂടിയാണ് ബോധം വരുത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. കഥ വിവരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഥ ഇഷ്ടപ്പെട്ടു. പക്ഷേ തൻ്റെ രഹസ്യത്തിൽ നടന്ന പാപം ലോകത്തിൽ ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് ദാവീദ് രാജാവെന്ന നിലയിൽ വിധി പ്രഖ്യാപിച്ചു. എന്താ വിധി പ്രഖ്യാപിച്ചത്? സ്തോത്രം. താൻ വിധി പ്രഖ്യാപിച്ചത് എന്താണ് സഹോദരങ്ങളെ? അവൻ മരണയോഗ്യനല്ലേ. നമ്മളെ തിരിഞ്ഞു നോക്കാതെ എത്രയോ സന്ദർഭങ്ങളിൽ ആളുകളെ വിധിക്കാറുണ്ട്. നമ്മുടെ കുറവുകൾ ദൈവസന്നിധിയിൽ തുറന്നു കിടക്കുമ്പോൾ തന്നെ മറ്റൊരാളുടെ പാപത്തിന്റെ ബഹുത്വം വെച്ച് നമ്മുടെ പാപത്തെ മറയ്ക്കാൻ എത്ര ശ്രമങ്ങളാണ് ചില സന്ദർഭങ്ങളിൽ നടത്താറുള്ളത്. ഒരാളെ കുറിച്ച് കുറ്റം കേൾക്കുമ്പോൾ നാമും അതിനോട് ചേർന്ന് അഭിപ്രായം പറയാറില്ലേ? നോർത്ത് ഇന്ത്യയിൽ ഒരാളെ ട്രാക്ട് കീറിയാൽ എല്ലാവരും കീറും, ഒരുത്തിനടിച്ച എല്ലാവരും അടിക്കും. ലക്ഷക്കണക്കിന് ട്രാക്റ്റുകൾ ഞങ്ങൾ കൊടുത്ത് വലിച്ചു കീറിയിട്ടുണ്ട്. ബൈബിൾ പ്രതികൾ വലിച്ചു കീറി കൂമ്പാരമായിട്ട് ഇട്ട് ചുട്ടിട്ടുണ്ട്. എന്നെ അതിനകത്ത് ഇട്ട് ചുടാൻ വേണ്ടി എന്നെ പിടിച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ തിരിച്ചറിയണം, മറ്റൊരാളോടൊപ്പം ചേർന്ന് നിന്ന് നാമും കുറ്റം പറയാനല്ല ദൈവം വിളിച്ചിരിക്കുന്ന, വിധി പറയാനല്ല വിളിച്ചിരിക്കുന്നത്. നമുക്കാർക്കും ജഡ്ജിയുടെ പോസ്റ്റ് തന്നിട്ടില്ല. ഒരു യജമാനൻ മേളിലുണ്ട്, വിളിച്ച ആള് കണക്ക് തീർക്കുന്ന സമയമുണ്ട്. അപ്പൊ നമ്മളിവിടെ എന്താ കാണുന്നത്? ദൈവം പറയാ, നീ തന്നെയാണവൻ. അടുത്തത് എന്താ പറയുന്നത്? ദൈവം അടുത്ത് പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. നോക്കുക, ഒരു ദിവസം ഞാൻ ശൗലിന്റെ കയ്യാൽ മരിക്കുകയുള്ളൂ എന്ന് ദാവീദ് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. തത്തനായല്ലയോ ഒരു ചെള്ളിനെ അല്ലയോ നീ പിന്തുടരുന്നൊക്കെ പറഞ്ഞ് അത്രമാത്രം മനസ്സിടിഞ്ഞ് തളർന്ന സന്ദർഭം. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവഹിതം വിട്ട് ശൗല് പോയപ്പോഴാണ് ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്ത് അനോയിന്റ് ചെയ്യുന്നത്. ഇവിടെ ഇതാ ദൈവഹിതം വിട്ട് ദാവീദും പോകുന്നു. ദൈവം വേദനയോടാണ് പ്രവാചകനെ അയക്കുന്നത്. അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്? ശൗലിന്റെ കയ്യിൽ പിടിപ്പിച്ചു. ദൈവമക്കളെ, ഇന്നലകളിൽ ദൈവം നിങ്ങൾക്ക് ഒരു റെമഡിയും ഉണ്ടാകത്തില്ല, ഒരു നീക്കുപോക്കും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ആദിയെരിഞ്ഞ് മനസ്സ് തളർന്ന് ഇനി ഒരു സ്റ്റെപ്പും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് തോന്നുന്ന അതിഭീകരവും അതിരൂക്ഷവും കടക്കാൻ കഴിയാത്ത പെരുവെള്ളം പോലുള്ള വിഷയങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ
കാലിൽ ഒരു തുള്ളി വെള്ളം പോലും പറ്റാതെ നിങ്ങളെ ഭുജത്തിലെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയ ദൈവത്തെ നിങ്ങൾ മറക്കരുത്. കഷ്ടതയുടെ കാഠിന്യത്താൽ നിങ്ങളെ മൂടി വലയം ചെയ്ത് ലോകത്തിൽ മരണത്തിന്റെ ദിവസം യുവർ ഡേയ്സ് ആർ ബി കൗണ്ടഡ് ഇൻ ദ വേൾഡ് എന്ന് പിശാച് നിങ്ങളുടെ മനസ്സിന്റെ മണ്ഡലത്തിൽ മന്ത്രിച്ചപ്പോഴും അത് തൊടാതെ ആയുസ്സും ദീർഘായുസ്സും തന്ന് നിർത്തിയ ദിവസങ്ങൾ നിങ്ങൾ മറക്കരുത്. എല്ലാം അവസാനിച്ചു, അസ്തമിച്ചു, തീർന്നു, ഇനി കൂട്ട ആത്മഹത്യ മാത്രമേ ഭൂമിയിലുള്ളൂ എന്ന് നിരൂപിച്ച സമയങ്ങളിലും ഒരു പോറല് പോലും ഏൽക്കാതെ, ചെവിക്ക് ചെവി അറിയാതെ നിങ്ങളുടെ വിഷയങ്ങളെ മൂടിക്കളഞ്ഞ് സംരക്ഷിച്ച് സൂക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്ത വിധങ്ങൾ മറക്കരുത്. ഇവിടെ ദൈവം സങ്കടത്തോടെ പറയുക. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗ്രഹത്തെയും പിന്നെ നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു. നോക്കുക, ദൈവം കണക്ക് പറയുക. ഞാൻ എന്തൊക്കെയാ നിനക്ക് തന്നത്, ഞാൻ നിനക്ക് എന്തൊക്കെ തന്ന്. നോക്കുക, അപ്പൊ ദൈവം ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? ഇസ്രായേൽ ഗ്രഹത്തെയും യഹൂദ ഗ്രഹത്തെയും നിനക്ക് തന്നു. നോക്കുക, അതുവരെയും രാഷ്ട്രം പിളർന്നിട്ടില്ല അല്ലേ? അവിടെ ഒരു ഗ്രൂപ്പിസം ഉണ്ടായിട്ടില്ല. ഇതിനെ മൊത്തം ഭരിക്കാൻ ഞാൻ നിനക്ക് തന്നു. അടുത്തത് ദൈവം പറയുക, പോരായെങ്കിൽ ഇന്നിന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. ശ്രദ്ധിച്ചേ, തന്റെ മനസ്സിൽ വന്ന മോഹം, തന്റെ മനസ്സിൽ വന്ന പാപചിന്ത. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഡോണ്ട് പ്രൗഡ് അബൌട്ട് യുവർ ചെയർ ബിക്കോസ് ഗോഡ് ക്യാൻ അപ്പോയിന്റ് എനിബഡി ദേർ. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സ്ഥാനത്തെയും മാനത്തെയും ഓർത്ത് നിങ്ങൾ ഒരിക്കലും ദുരഭിമാനം കൊള്ളരുത്. ആ സ്ഥലത്തെ കാക്കാൻ ദൈവത്തിന്റെ കയ്യിൽ ധാരാളം ആളുകളുണ്ട്. ഇവിടെ താൻ പറയുന്നത് എന്താണ്? ദൈവം ആലോചന പറയുകയാണ്, പോരായെങ്കിൽ ഇന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു എന്ന് പറഞ്ഞാൽ ദാവീദിനെ അനുഗ്രഹിച്ച് ദൈവത്തിന് മതി വന്നില്ലെന്നല്ലേ അതിനർത്ഥം. എന്റെ കുഞ്ഞിനെ കുറെ കൂടെ എക്സ്പാൻഡ് ചെയ്യണം, അടുത്ത സെന്ററോട് തുടങ്ങണം, അല്ലെ അടുത്ത എക്സ്പാൻഷനോട് ചെയ്യണം, കുറെ കൂടെ അവന്റെ തലമുറ എനിക്ക് ബ്ലസ് ചെയ്യണം, എനിക്ക് കുറച്ചുകൂടെ അവനെ മാനിക്കണം, എനിക്ക് കുറച്ചുകൂടെ അവനെ ഉയർത്തണം, എനിക്ക് കുറച്ചുകൂടെ അവനെ അംഗീകാരമുള്ളവനാക്കി മാറ്റണം. അന്നഹോവ സകല ജനത്തിന്റെയും കാണുകെ യോശുവയെ ദൈവം വലിയവനാക്കി എന്ന് എഴുതിയിരിക്കുന്നു. ദൈവം പറയുക, പക്ഷേ എന്താ സംഭവിച്ചത്? ആമേൻ, ഞാൻ നിനക്ക് തരുമായിരുന്നു. സൗരങ്ങളെ, ദൈവഹിതത്തിനെതിരായി ഉയരുന്ന ഇഷ്ടങ്ങൾ, മോഹങ്ങൾ, അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ ഉണ്ടോ? പരിശോധിക്കണം. സാത്താന്റെ 9 തന്ത്രങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെച്ച് നിങ്ങൾ ഒരു അസൈൻമെന്റ് ആയിട്ട് എടുത്ത് നിങ്ങൾ പരിശോധിക്കണം, നമ്മളെ പരിശോധിക്കണം. അപ്പാ, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കേസിൽ ഞാൻ പ്രതിയാണോ? നിങ്ങൾ ദൈവത്തിനെ വീണ് കിടന്ന് കരയണം. അതിനായി ഒരു ദിവസം അവധിയെടുത്ത് കരയാ. നിങ്ങളുടെ ലൈഫ് ടൈം നിങ്ങൾ പിന്നെ കരയേണ്ടി വരത്തില്ല. അതിനുവേണ്ടി പ്രൈസ് കൊടുക്കണോ? ദൈവത്തിനെ നിങ്ങൾ കൊടുക്ക്. നിങ്ങൾ ആയുസ് മുഴുവൻ തടവിലാകത്തില്ല. പ്രൈസ് ഗോഡ്. ഇത് തിരിച്ചറിയണം സഹോദരങ്ങളെ. ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ളത് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പുകളിലാണ്. ആർക്കും കൈ കൊടുക്കാം, ആരെയും ഹഗ് ചെയ്യാം, ആരെയും കെട്ടിപ്പിടിക്കാം, ആരോടും സംസാരിക്കാം, ആരുടെയും മൊബൈൽ നമ്പർ വാങ്ങാം, ആരുടെയും ചാറ്റ് ചെയ്യാം. ഫ്രീഡം അല്ലേ? കെയർഫുൾ. ഇവിടെ ദൈവം പറഞ്ഞത് എന്താണ്? നീ യഹോവയുടെ കൽപ്പന നിരസിച്ചു. ദൈവം ഓരോന്നായി അടുക്കി വെച്ച് പറയാ, നീ യഹോവയുടെ കൽപ്പനകളെ നിരസിച്ചു. അപ്പൊ ദൈവം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ടൈറ്റാനിക്കിന് മുന്നറിയിപ്പ് കൊടുത്തു. സാർ, ഇതാ ഒരു മഞ്ഞുമല അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നു, നമുക്കതിന്റെ ദിശ മാറ്റി വിടണം. റേഡിയോ സന്ദേശം കൊടുക്കുമ്പോൾ അതിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു, ഷട്ട് യുവർ മൗത്ത്, ഷട്ട് യുവർ മൗത്ത്, ദിസ് ഈസ് ടൈറ്റാനിക്, നോട്ട് ഈവൻ ഗോഡ് കാൻ സിങ്ക് ദിസ് ഷിപ്പ് എന്നാ പറഞ്ഞത്. എന്താ? മിണ്ടിപ്പോയക്കരുത്, ഇത് ടൈറ്റാനിക് ആണ്. ദൈവത്തിന് പോലും ഈ കപ്പൽ മുക്കാൻ കഴിയത്തില്ല. അറ്റ്ലാന്റിക് ഓഷനിൽ ഇന്നും കിടപ്പുണ്ടത്. കോൺഫിഡൻസ് നല്ലതാ കേട്ടോ, ഓവർ കോൺഫിഡൻസ് എടുക്കരുത്. നിങ്ങളുടെ പരിചയത്തിൽ ആശ്രയിക്കരുത്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ മാത്രം നിങ്ങൾ ആശ്രയിക്കരുത്.
നിങ്ങളുടെ കഴിവിൽ ആശ്രയിക്കരുത്, നിങ്ങളുടെ താലന്തുകളിൽ ആശ്രയിക്കരുത്, നിങ്ങളുടെ കൃപാവരങ്ങളിൽ ആശ്രയിക്കരുത്, നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ ആശ്രയിക്കരുത്, നിങ്ങളുടെ ആരോഗ്യത്തിലോ നിങ്ങളുടെ ബ്യൂട്ടിയിലോ നിങ്ങളുടെ ഹെൽത്തിലോ നിങ്ങളുടെ വെൽത്തിലോ ഒന്നും ഒരിക്കലും ആശ്രയിക്കരുത്. ആശ്രയിക്കുന്നവൻ, പ്രശംസിക്കുന്നവൻ കർത്താവിൽ തന്നെ പ്രശംസിക്കണം. ന്യൂ ടെസ്റ്റമെന്റ് കൺസെപ്റ്റിൽ പറഞ്ഞാൽ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിട. ദൈവം പറയുകയാണ്, നീ എന്റെ കൽപ്പനകളെ നിരസിച്ചു. അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്? അവൻ അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? അടുത്തത് എന്താ പറയുന്നത്? ഹിത്യനായ ഊരിയാവെ നീ വാളുകൊണ്ട് വെട്ടി, അവന്റെ ഭാര്യയെ നിനക്ക് സ്വന്തമായിട്ട് എടുത്തു, അവനെ അമ്മോന്യരുടെ വാളുകൊണ്ട് കൊല്ലിച്ചു. നോക്കുക, ഓരോ കേസും നമ്പർ 1. നാഥാൻ എങ്ങനെ അറിഞ്ഞു? ഗോഡ് വാച്ചിങ്. ദൈവത്തിന്റെ CCTV ഒരിക്കലും ഡാമേജ് ആകത്തില്ല, ഇടിവെട്ടിയാ പോകത്തില്ല കേട്ടോ. നിന്റെ ജീവിത പങ്കാളിയോടൊപ്പം നീ എങ്ങനെ കഴിയുന്നു? ഒരു ഉത്തമ വചന വെളിച്ചത്തിലുള്ള ഭക്തിയായ ഒരു ഭാര്യയായിട്ടാണോ നീ കഴിയുന്നത്? ദൈവം വാച്ച് ചെയ്യുന്നുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ ശമ്പളമൊന്നും വിഷയമല്ല, നിങ്ങളുടെ ലീഡർഷിപ്പ് ഒന്നും ദൈവത്തിന് വിഷയമല്ല. ചിലപ്പം ഒരപ്പച്ചൻ പറഞ്ഞ മാതിരി മണാഗുണനായ ഒരു ഭർത്താവായിരിക്കും, പക്ഷെ യു മസ്റ്റ് റെസ്പെക്ട് യുവർ ഹസ്ബൻഡ്. അതിനകത്ത് ഒരു വ്യത്യാസവും ദൈവം വരുത്തിയിട്ടില്ല. സഹോദര, നിന്റെ ഭാര്യ ആരോഗ്യം കുറവുള്ളവളായിരിക്കാം, ക്ഷീണതയായിരിക്കും, തൊക്കുമൊക്കെ ചുളുങ്ങിപ്പോയതായിരിക്കും. നിന്നെ ഇനി എന്തിനു കാണാൻ കൊള്ളാടി എന്ന് പറഞ്ഞ് അമ്മി പുഷ്ടിയും സൗന്ദര്യമുള്ളതിന്റെ പുറകെ നിന്റെ കണ്ണു വെച്ചാൽ തമ്പുരാൻ പറയും, ഞാൻ കാണുന്നുണ്ട് മോനെ, ഞാൻ കാണുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവവചനം പഠിക്കുന്ന വേദവിദ്യാർത്ഥികളെ കർത്താവ് നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നിങ്ങൾക്ക് കരയുന്ന ഒരു കണ്ണ് ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കട്ടെ, സ്നേഹിക്കുന്ന ഒരു ഹൃദയം ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കട്ടെ, വിമർശിക്കാത്തൊരു മനസ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ കുറ്റം വിധിക്കുന്നെങ്കിൽ എൻ്റെ സഹോദരിമാരെ, എൻ്റെ സഹോദരന്മാരെ, പരസ്പരം മനസ്സിലാക്കാനും ക്ഷമിപ്പാനും സഹിപ്പാനും വഹിപ്പാനും മറക്കാനും പൊറുക്കാനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനും ശ്രമം നടത്തിയാൽ മാത്രമേ ഒരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, നീ എന്നെ നിരസിച്ചു. ദൈവം പറയുകയാണ്. അപ്പോൾ ഒരാൾ പാപം ചെയ്യണമെങ്കിൽ തമ്പുരാനെ ഉള്ളിൽ നിന്ന് പുറത്താക്കണം, അല്ലേ? സ്തോത്രം. അല്പനേരത്തെ സന്തോഷം ആയുസ് മുഴുവൻ ദുഃഖമായി, അല്ലേ? ദൈവഹിതമില്ലാത്ത സന്തോഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ നിങ്ങൾ മാറ്റിവെക്കണം. അതിനർത്ഥം അയ്യോ ഒരു ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചുകൂടാ എന്നുണ്ടോ? ചില ചോദിക്കാറുണ്ട്, പാസ്റ്റങ്ങളെ ബർത്ത്ഡേ ആഘോഷിക്കാമോ? ദൈവവചന വെളിച്ചത്തിൽ പഴയ നിയമത്തിൽ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിലും ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ഫറവോന്റെ ജന്മദിവസം അപ്പക്കൊട്ടവാറിന്റെ തല വെട്ടിയത് വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഹെരോദാവിന്റെ ജന്മദിവസത്തിൽ യോഹന്നാന്റെ തല വെട്ടിയതായും കാണുന്നുണ്ട്. അപ്പൊ ഇത് ആഘോഷമായിട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിച്ച് ഒരു കേക്കൊക്കെ മുറിച്ച് സന്തോഷത്തോടെ നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് എൻജോയ് ചെയ്യുന്നതിൽ പാപമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. വെഡിങ് ആനിവേഴ്സറി കൊണ്ടാടാമോ? സൗരങ്ങളെ, ഇതൊക്കെ ദൈവസന്നിധിയിൽ ഒരു കുടുംബം സന്തോഷിക്കുന്നതിലും ദൈവത്തിന് നന്ദി പറയുന്നതിലൊന്നും ദൈവത്തിന് വിഷമമുള്ള കാര്യമല്ല. ദൈവത്തിന് അത് സന്തോഷമാണ്. അങ്ങനെങ്കിലും ഒരു ജോഡി ഡ്രസ്സ് നിന്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കുക. അങ്ങനെങ്കിലും നിന്റെ ഭർത്താവിന് ആ ദിവസം ഒന്ന് ഹഗ് ചെയ്യുക, കുഞ്ഞുങ്ങളെ കാണുക, ഒന്ന് സന്തോഷിക്കുക ദൈവസന്നിധിയിൽ. ആ വീടടക്കം അന്നത്തെ ദിവസം നിങ്ങൾ പുറത്തുപോയി ഒരു ഇച്ചിരി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നിങ്ങൾ ഒരുമിച്ചിരുന്ന് അത് സന്തോഷം പങ്കിടാൻ ശ്രമം നടത്തുക. നല്ലതാ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? നീ എന്നെ നിരസിച്ചു, ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു, വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ട് മാറിയില്ല. വിളിച്ചു വരുത്തിയ അനർത്ഥം, അല്ലേ? എല്ലാവരും മൗനമായല്ലോ. നമ്മള് സർജിക്കൽ ടേബിളിൽ എല്ലാരെയും കിടത്തി സർജറി ചെയ്യുന്ന പോലെ ആയിപ്പോയെന്ന് തോന്നുന്നല്ലേ? പ്രൈസ് ഗോഡ്. അതെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം നമ്മൾ ശ്രദ്ധിച്ചത് നെഹമ്യാവിനെതിരെ ഒരു വ്യാജമായ കത്ത് കൊടുത്തു വിട്ടു. പക്ഷേ അവന് ദൈവസന്നിധിയിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ദൈവം അവനോട് പറഞ്ഞതിൽ ഉറച്ചു, ദൈവം അവനോട് പറഞ്ഞതിൽ വിശ്വസിച്ചു. അവനോട് ദൈവം പ്രകാശിപ്പിച്ചു കൊടുത്തതിൽ മാത്രം പൂർണ്ണമായി ആശ്രയിച്ചിട്ട്
ആ കത്ത് ഭോഷ്കാണെന്ന് പറഞ്ഞ് താൻ തള്ളിക്കളഞ്ഞു ദൈവസന്നിധിയിൽ. സ്തോത്രം. ആമേൻ, സ്തോത്രം. നാം ഇവിടെ നമ്മുടെ ചിന്ത ഇന്ന് രാവിലത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ കൈകൊണ്ട് ആർക്കുമെതിരെ ദോഷമായൊരു സ്റ്റോറി ചമയ്ക്കരുത്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ നമ്മൾ കണ്ടത് ഫിസിക്കൽ അറ്റാക്ക് ഒഴിവാക്കിയപ്പോൾ തന്നെ മെന്റലി അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിയതായിട്ടാണ് കാണുന്നത്. സോ നെക്സ്റ്റ് സെക്ഷൻ വിൽ സീ ഇൻ ദ ഈവനിങ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ക്ലാസ്സുകളിൽ വളരെ ആവേശത്തോടെ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സിസ്റ്റർ അഞ്ജു പ്രാർത്ഥിച്ചാലും. പ്രൈസ് ഗോഡ്. താങ്ക് ഗോഡ്. റമന ശഖദന റബബബ. ഓ ഹല്ലേലൂയ. സ്വസ്ത്രം കർത്താവേ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു പിതാവേ. അവിടുന്ന് കേട്ട ഈ ഓരോ വചനങ്ങൾ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ അത് പതിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം യേശുവേ. പിശാചിന്റെ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ അതിനെല്ലാം എതിരായി നിന്ന്, വചനത്താൽ എതിരായി നിന്ന് കർത്താവെ വിക്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് നയിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ഞങ്ങളിൽ ഓരോരുത്തരിലും പകരണം യേശുവേ. യേശുവെ, കേട്ട വചനങ്ങൾ കേട്ടു പോകാതെ കണ്ണാടിയിൽ അഴുക്ക് കണ്ടിട്ട് അത് തൂത്ത് കളയുന്നവരാക്കി മാറ്റി കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് കേട്ട ഓരോ വാക്കും, ഓരോ വചനവും, ഓരോ ചിന്തകളും കർത്താവ് ഞങ്ങൾ സഹായിക്കണം, ഞങ്ങൾ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. സകലതും ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ, സ്തോത്രം. സിസ്റ്റർ മേഴ്സി പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ അപ്പാ, സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾക്ക് ഇരിപ്പാൻ തക്കവണ്ണം, അങ്ങയുടെ വചനത്തെ ശ്രദ്ധയോടെ കേൾപ്പാൻ തക്കവണ്ണം അത് ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് ക്രിയ ചെയ്തതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങളെ ഹല്ലേലൂയ കർത്താവേ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്നുള്ളതായ കർത്താവേ ഹല്ലേലൂയ ദൈവവചനം ഹല്ലേലൂയ കർത്താവേ നാളുകളിൽ ഹല്ലേലൂയ പിശാചിന്റെ തന്ത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ ഞങ്ങളുടെ ജീവിതം ഹല്ലേലൂയ ഹല്ലേലൂയ ക്രിസ്തുവിനോട് ചേർന്ന് പണിയുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് കൃപ തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അപ്പ. നന്ദിയോട് സ്തോത്രം. ദാസനിലൂടെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം കർത്താവെ. അത് ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ വിശുദ്ധിയിൽ സൂക്ഷിപ്പാൻ കർത്താവെ ഹല്ലേലൂയ വിശുദ്ധിയിൽ ഞങ്ങൾക്ക് മുന്നേറുവാൻ തക്കവണ്ണം അവിടുന്ന് ഹല്ലേലൂയ ഇടയാക്കിയതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പാകെ പിന്നെയും താഴ്ത്തുന്നു കർത്താവെ. അതിനൊത്തവണ്ണം ഞങ്ങളുടെ ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ നയിപ്പാനുള്ള കൃപ, അമിത ബലം കർത്താവെ കൃപ നീ ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അങ്ങയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ മാറ്റമില്ലാത്ത വചനം ശ്രമിച്ച നിന്റെ മക്കളെ എല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ അവിടുന്ന് അതിനായി പിന്നെയും ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ ദാസനെ ഇത്രത്തോളം ദൈവം ബലപ്പെടുത്തി ശക്തീകരിച്ചത് വചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ കർത്താവെ അങ്ങയുടെ ദാസനിലൂടെ നീ ഞങ്ങൾക്ക് ഹല്ലേലൂയ പൊഴിച്ചു തരുന്നതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവെ. പിന്നെ അങ്ങയുടെ ദാസനെ അധികമായി ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ വരും ദിനങ്ങളിലും കർത്താവെ ഹല്ലേലൂയ അങ്ങയുടെ ദാസനിലൂടെ ഹല്ലേലൂയ ദിവ്യാലോചനയെ പിന്നെ നീ ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ. ദിനംതോറും ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ഹല്ലേലൂയ ശക്തിപ്പെടുവാന്, പുതുക്കം പ്രാപിപ്പാന് കർത്താവിനോട് ഹല്ലേലൂയ ഹല്ലേലൂയ അടുത്ത് ചേരിപ്പാൻ തക്കവണ്ണം കർത്താവെ നീ ഞങ്ങൾക്ക് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ മുച്ചുമായ തൃക്കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു അപ്പ. ഹല്ലേലൂയ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല മടിയങ്ങൾക്കായി ജീവനെ തന്ന യേശുപ്പത്തിന്റെ ധന്യനാമത്തില് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേട്ട് ഉത്തരം വരണമേ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് ആശീർവാദം പറഞ്ഞാട്ടെ. എല്ലാരും അൺമ്യൂട്ട് ചെയ്താട്ടെ. എല്ലാരും അൺമ്യൂട്ട് ചെയ്താട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ. നമ്മുടെ പ്രേറ്ററിന്റെ ലാൻഡിന്റെ കാര്യം ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നോട് പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നമ്മൾ പൊതുവായി
പ്രാർത്ഥിക്കുന്ന വിഷയമായതുകൊണ്ട് പറയുന്നു. ഒരാൾ 2 സെന്റിന് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറയുവാനിടയായി. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കാം. അങ്ങനെ 2.5 സെന്റ് സ്ഥലത്തിൻ്റെ കാര്യമാണ് ക്രമീകരിക്കപ്പെട്ടത്. ഇനി നമുക്ക് 19 സെന്റിൻ്റെ സ്ഥലത്തിന് വേണ്ടി, എൻ്റെ ഫണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലെസ് യു എവരിവൺ. See you in the Amen. Thank you, Pastor.